ഗുഡ് ഈവനിങ് ക്ലാസ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് യൂണിറ്റ് 1 നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലും ഇറ്റ് വാസ് ജസ്റ്റ് ഇൻട്രൊഡക്ഷൻസ്. എൻറ്റയർ പേപ്പറിൽ എന്താണ് ഏകദേശമൊക്കെ നമുക്ക് പഠിക്കാനുണ്ടാവാമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം ഇന്ന് നമുക്ക് യൂണിറ്റ് 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും സ്ക്രീൻ കാണുന്നുണ്ടോ? സോ ഫസ്റ്റ് വൺ, ജെഫ്രി ഷോസർ. നമ്മൾ ഈ ഷോസർ എന്നുള്ള റൈറ്ററിനെ പറ്റിയിട്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്, വാട്ട് ഹിസ് ലൈഫ് വാസ്, അതുപോലെ അയാളുടെ ഫേമസ് വർക്ക്സ്, അതിനെപ്പറ്റി ചെറിയൊരു ഓവറോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇസ് ഇൻട്രൊഡക്ഷൻ. ജെഫ്രി ഷോസർ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ഹീസ് എന്താ പറയുക, ഫാദർ ഓഫ് മോഡേൺ ഇംഗ്ലീഷ് എന്നൊക്കെ പറയാം. ലുക്ക്, ഹീസ് കൺസിഡേർഡ് ആസ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഇൻ ഇറ്റ്സ് റിഫൈൻഡ് ഫോം. പണ്ട് കാലങ്ങളിൽ നമ്മൾ എഴുതുമ്പോൾ ലൈക്ക് വാട്ട് എവർ ലിറ്ററേച്ചർ യു റൈറ്റ്, അതിപ്പോൾ പോയം ആവാം, വലിയ നാരറ്റീവ് ആവാം, അല്ലെങ്കിൽ നോവൽസ് ആവാം, ഇതൊക്കെ മിക്കവാറും നമ്മൾ ക്രിസ്ത്യാനിറ്റി എന്താ പറയുക ട്രാൻസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുക. അപ്പോൾ ബിബ്ലിക്കൽ തീംസ്, അതുപോലെ പള്ളിയിലച്ചന്മാർ സമ്മതിക്കണം ഇത് എഴുതാൻ, അതിന് എന്തെങ്കിലും ബൈബിളുമായിട്ട് ബന്ധം വേണം, അങ്ങനത്തെ റൈറ്റിങ്സ് മാത്രമേ പാടുള്ളായിരുന്നു. പിന്നെ ഷോസറാണ് മെല്ലെ മെല്ലെ എന്ത് ചെയ്തത്, ആ ഒരു സെക്യുലർ ഫോം, അതായത് ചുറ്റുമുള്ള ഹ്യൂമൻസ്, അവരുടെ ഇമോഷൻസ്, ഇതൊക്കെ മെല്ലെ മെല്ലെ റൈറ്റിങ്ങിലേക്ക് കൊണ്ടുവന്നത് ജെഫ്രി ഷോസറാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ നമുക്ക് എന്താക്കി കൺസിഡർ ചെയ്യാം, അതിന്റെ റിഫൈൻഡ് ഫോം, അതായത് പണ്ടത്തെ കാലത്തെ ബിബ്ലിക്കൽ കാര്യങ്ങൾ പറയുന്നതിനപ്പുറം കുറച്ചും കൂടിയും സെക്യുലർ റൈറ്റിംഗ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ പേരാണ് നമുക്ക് എന്താ പറയുക ഒരു റിഫൈൻഡ് ഫോം. കുറച്ചും കൂടിയും ഇംഗ്ലീഷ് ലിറ്ററേച്ചറും ലാംഗ്വേജും ഒക്കെ ഒന്ന് റിഫൈൻ ആയി വരുന്ന ആ ഒരു സമയത്തിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് ഷോസറായിട്ട് കൺസിഡർ ചെയ്യാം. ഇയാളുടെ വർക്ക് എപ്പോഴും എന്തായിരുന്നു, അയാളുടെ ക്രിയേറ്റീവ് മൈൻഡ് കാണിക്കുന്ന അത്രയും ട്രാൻസ്പെറന്റ് ആയിരുന്നു. അയാളുടെ മൈൻഡിന്റെ ക്രിയേറ്റിവിറ്റി അയാളുടെ വർക്കിൽ നല്ലോണം കാണിക്കുമായിരുന്നു. അതിന്റെ ലാംഗ്വേജ് ആയാലും, അതുപോലെ ഇപ്പോൾ പോയംസ് എഴുതുമ്പോൾ അതിന്റെ ഒരു റിതം ഉണ്ടല്ലോ, നമുക്ക് വായിക്കുമ്പോൾ തന്നെ അതിന്റെ ഒരു എന്താ പറയുക റൈമിംഗ് സ്കീം പോലെ വരുന്നത്, അതിലുള്ള പോയിറ്റിക് ഡിവൈസസ് എല്ലാം ഭയങ്കര അതിന്റെ ഒരു റിതത്തോട് കൂടിയിട്ടായിരുന്നു എഴുതിയിരുന്നത്. അതുപോലെ ഹ്യൂമൻസിനെ പറ്റിയിട്ട് അത്ര അധികം അണ്ടർസ്റ്റാൻഡിങ് ഉള്ള ഒരു റൈറ്റർ ആയിരുന്നു. ഇവൻ ദോ ഹി വാസ് ഫ്രം ദ റിച്ച് ബാക്ക്ഗ്രൗണ്ട്, അത്യാവശ്യം നല്ല വെൽ ഓഫ് ഫാമിലിയിലായിരുന്നു ജെഫ്രി ഷോസർ ജനിച്ചത്. എന്നാൽ കൂടിയും ഏറ്റവും താഴെ നിലയിലുള്ള ആൾക്കാരുടെ ആർട്ടിസാൻസ്, പെസൻസ്, ഇങ്ങനത്തെ ഫാമേഴ്സ്, ഇവരുടെ ഒക്കെ ലൈഫിലെയും ഇമോഷൻസ് അതേപോലെ ഉൾക്കൊള്ളുന്ന ഒരു ഡീപ്പ് എംപത്തി ഉള്ള ഒരു റൈറ്റർ ആയിരുന്നു ജെഫ്രി ഷോസർ. അത് ടൈം ഹി ബിഗാൻ റൈറ്റിംഗ്, ജെഫ്രി ചോസർ എഴുതി തുടങ്ങിയ സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഈ ബൈബിളിന്റെ അപ്പുറം അല്ലെങ്കിൽ ചേർച്ച് എന്താ പറയുക ക്രിസ്ത്യൻ തീംസിന് അപ്പുറം എഴുതുന്ന റൈറ്റേഴ്സ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ എന്താ ഇത് കുറച്ച് ഡിഫിക്കൽട്ടാണല്ലോ, നമ്മൾ ഇല്ലാത്തൊരു സാധനം ഉണ്ടാക്കി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തായാലും കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിന് ഇൻസ്പിറേഷൻസ് നൽകിയിരുന്നത് ചുറ്റുമുള്ള ആൾക്കാരായിരുന്നു. അയാളുടെ ചുറ്റുമുള്ള കോംപ്ലക്സ് സൊസൈറ്റി ആയിരുന്നു അയാളുടെ ഇൻസ്പിറേഷൻ. സോ ഹി ഡ്രൂ ഇൻസ്പിറേഷൻ ഫ്രം ഹിസ് കോംപ്ലക്സ് സൊസൈറ്റി. അപ്പോൾ ഒരു സൊസൈറ്റി ആകുമ്പോൾ റിച്ച് ആൾക്കാർ മാത്രമല്ല, അതുപോലെ പുവർ ആൾക്കാർ മാത്രമല്ല, പല പല തരത്തിലുള്ള ബിഹേവിയർ ഉള്ള ആൾക്കാരും ഒരു സൊസൈറ്റിന്റെ ഭാഗമാണ്. യെസ്, വാട്ട് വാസ് ദ പ്രോബ്ലം? യൂണിറ്റ് മോർ സ്ലോ. ഓക്കെ. അപ്പം ഒരു സൊസൈറ്റിയിൽ ഒരുപാട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. ഇൻ ടേംസ് ഓഫ് വെൽത്ത് ആകാം, അതുപോലെ ബിഹേവിയർ ആകാം. അപ്പൊ അങ്ങനെ ഒരു മൊത്തം കോംപ്ലക്സ് സൊസൈറ്റിയിൽ നിന്നാണ് ഇയാൾ ഇൻസ്പിറേഷൻ എടുത്തിരുന്നത്. And he turned his difficulties into strengths through spontaneity. അപ്പോൾ ഇങ്ങനെ എഴുതി സ്ലോലി എന്തായി, ആൾക്കാരും അതൊക്കെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അയാൾക്ക് ഇനീഷ്യലി ഉണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അയാൾക്ക് ഒരു ഇൻസ്പിറേഷൻ, അതായത് മുമ്പ് ഏതെങ്കിലും ഒരു റൈറ്റർ ഇതുപോലെ ബിബ്ലിക്കൽ ഫോംസിൽ നിന്ന് മാറി സെക്യുലർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇമോഷൻസ് ഒക്കെ എഴുതിയിരുന്നു എങ്കിൽ ജെഫ്രി ഷോസറിന് എന്ത് ചെയ്യായിരുന്നു, അത് നോക്കി കുറച്ചും കൂടി ഈസിയർ ആയിട്ട് ഒരു വഴി വെട്ടിയ ഒരാളുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഈസി ടു ഫോളോ. പക്ഷെ അയാൾക്ക് തന്നെ സ്വന്തം ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായതുകൊണ്ട് ഇറ്റ് വാസ് വെരി ഡിഫിക്കൾട്ട് ഇനീഷ്യലി. പക്ഷെ ഇയാളെ ഇൻസ്പിറേഷൻ ആരായിരുന്നു, ഇറ്റ് വാസ് ദ കോംപ്ലക്സ് സൊസൈറ്റി അറൌണ്ട് ഹിം. അങ്ങനെ അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ ഒക്കെ എടുത്ത് സ്ലോലി അതെന്തായി അയാളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് മാറി. ഇംഗ്ലീഷ് കൾച്ചർ, മിത്ത് ആൻഡ് ഫോക്ലോർ, ഇത് മൂന്നും അയാളുടെ റൈറ്റിംഗ്സിൽ വളരെയധികം എവിഡന്റ് ആയിരുന്നു. അതായത് പണ്ടത്തെ ഇംഗ്ലീഷ് കൾച്ചർ എങ്ങനെയാണ്, അതുപോലെ അവരുടെ ഓരോരോ അന്ധവിശ്വാസങ്ങളും അവർ വിശ്വസിച്ച് വരുന്ന ഓരോ കാര്യങ്ങളുണ്ടല്ലോ അതുപോലെ അവരുടെ ഫോക്ലോർ, അവരുടെ എന്താണ് ഡീപ്പർ വില്ലേജസിലും അവരുടെ എന്താ പറയുക
ട്രൂ ഇംഗ്ലീഷ് മെൻ അവരെന്തൊക്കെയാണ് അവരുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരുന്നത്, ഇതൊക്കെ അയാൾക്ക് ഭയങ്കര റിസോഴ്സുകളായിരുന്നു അയാളുടെ എഴുത്തിന് വേണ്ടിയിട്ട്. കാരണം അയാൾ കൂടുതലും ഇൻസ്റ്റെഡ് ഓഫ് ഫോക്കസിങ് ഓൺ ബൈബിൾ ഹി ഫോക്കസ്ഡ് ഓൺ പീപ്പിൾ. അപ്പം അയാളുടെ ഒരു കമ്മ്യൂണിറ്റി എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്നൊക്കെ അയാൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അറിയാമായിരുന്നു. പിന്നെ ഒരുപാട് ലിറ്റററി ഫോംസ് എഴുതാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ഹി ഡി നോട്ട് സ്റ്റിക്ക് ടു ലൈക്ക് വൺ തിങ്. ഒരു പോയം മാത്രം എഴുതിയൊരു പോയറ്റ് ആവാം, അല്ലെങ്കിൽ ഡ്രാമ മാത്രം എഴുതിയിട്ടൊരു ഡ്രമാറ്റിസ്റ്റ് ആവാം എന്നതിനുപരി വാട്ട് ഓൾ വർ ദ ഫോംസ് ഹി റൂട്ട്. നാരറ്റീവ്സ്, അതായത് ലോങ് നോവൽസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഭവം പറയുന്ന ലോങ് നാരറ്റീവ്സ് എഴുതിയിട്ടുണ്ട്. അതുപോലെ ഡ്രാമറ്റൈസേഷൻ, ഡ്രാമാസ് എഴുതിയിട്ടുണ്ട്. ലിറിക്സ്, അതായത് പോയിംസ് പോലെ എഴുതിയിട്ടുണ്ട്. പിന്നെ മെറ്റഫേഴ്സ്, കമ്പാരിസൺസ്, പിന്നെ ക്യാരക്ടർ പോർട്രയൽ ആൻഡ് ലെജൻഡ്. അയാൾ ലെജൻഡറി വർക്ക്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് നമ്മളിപ്പോൾ പറയുമ്പോൾ ദ കാന്റർബറി ടേൽസ്, അത് ഒരു ലെജൻഡറി വർക്കാണ്. അതുപോലെ ഹിസ് ക്യാരക്ടർ പോർട്രയൽ, ഞാൻ പറഞ്ഞു അയാൾക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിരുന്നത് അയാളുടെ ചുറ്റിലുമുള്ള കോംപ്ലക്സ് സൊസൈറ്റിയിൽ നിന്നായിരുന്നു. അപ്പോൾ സൊസൈറ്റിയിലുള്ള ആൾക്കാർ പല പല ബിഹേവിയേഴ്സും അയാളുടെ എഴുതുന്ന റൈറ്റിങ്ങിലെ ക്യാരക്ടേഴ്സിന് അത്രയും ഡെപ്ത് കൊടുത്തിരുന്നു. ഒരു എന്താ പറയുക, ഇപ്പം റിച്ച് ആളാണെന്നുണ്ടെങ്കിൽ അയാൾക്കുള്ള സെൽഫിഷ്നെസ് എന്താണ്, അല്ലെങ്കിൽ അയാളുടെ ഗ്രീഡ് എന്താണ്, ഇതൊക്കെ ഏകദേശം കറക്റ്റായിട്ട് തന്നെ ആ ക്യാരക്ടറിൽ കാണിക്കാൻ ജെഫ്രി ഷോസറിന് സാധിക്കാറുണ്ടായിരുന്നു. ഹിസ് ക്യാരക്ടർ സ്കെച്ചസ് ബിക്കേം എ മോഡൽ ഫോർ ലേറ്റർ റൈറ്റേഴ്സ്. ഷോസറിന് ശേഷം വന്ന മിക്ക റൈറ്റേഴ്സിനും എന്താണ്, ഷോസർ ഒരു ഇൻസ്പിറേഷൻ ആണ്. കാരണം അത്രയും ഇൻ ഡെപ്ത് ആയിട്ട് ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കുക എന്നുള്ളത് ഇറ്റ്സ് നോട്ട് ഈസി. ഒരു ഡ്രാമ എഴുതുമ്പോഴായാലും ഒരു നാരറ്റീവ് എഴുതുമ്പോഴും നമ്മൾ വായനക്കാർക്ക് ആ ഒരു ക്യാരക്ടറുമായിട്ട് അത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റണം. ഇറ്റ് ഷുഡ് നോട്ട് ബി ലൈക്ക് ഒരു ഒറ്റ സെന്റൻസിൽ ആ ക്യാരക്ടർ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പല പല സിറ്റുവേഷനിൽ ആ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ളത് അത്രയും വെരി മൈന്യൂട്ട് ഡീറ്റെയിൽ വരെ നോക്കിയിട്ട് എക്സാക്ട് എന്താണെന്ന് ഷോസറിന് ഒരു ഐഡിയ ഉണ്ട്. സോ ഹിസ് ക്യാരക്ടർ സ്കെച്ചേഴ്സ് വേർ എ മോഡൽ. ബാക്കി പിന്നീട് വന്ന റൈറ്റേഴ്സിന് ഇറ്റ് വാസ് എൻ ഇൻസ്പിറേഷൻ ഹൗ ഹി മെയ്ഡ് ക്യാരക്ടേഴ്സ്. പിന്നെ ഹി ക്രിട്ടിക്ഡ് സൊസൈറ്റി സട്ട്ലി. അന്നത്തെ കാലം കൂടുതൽ ഇമ്പോർട്ടൻസ് വാസ് ടുവേർഡ്സ് ക്രിസ്ത്യാനിറ്റി, അല്ലെങ്കിൽ ഹാവിങ് എ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവരെ പൊതുവെ സൊസൈറ്റി എന്ത് ചെയ്യായിരുന്നു, അടിച്ചാക്ഷേപിക്കുമായിരുന്നു. ബട്ട് ഹി വാസ് നോട്ട് ലൈക്ക് ദാറ്റ്. എന്ത് ചെയ്യുന്നു, അണ്ടർസ്റ്റാൻഡ് ചെയ്യും എന്താണ് അയാൾ കടന്നു പോകുന്ന സിറ്റുവേഷൻ എന്താണ്, ആൻഡ് ദെൻ അത് ആ ഒരു തെറ്റ് തിരുത്തി കൊടുക്കുന്നത് എന്തായിരുന്നു, ലൈക്ക് സജഷൻസ് കൊടുക്കും, അല്ലെങ്കിൽ ചെറിയ തമാശകൾ പറഞ്ഞ് മനസ്സിലാക്കും, അല്ലെങ്കിൽ ഐറണി യൂസ് ചെയ്യും. ഐറണി എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പറയാം. ലൈക്ക് ഇറ്റ് ക്യാൻ ബി യുനോ, നമ്മളിപ്പോൾ ഒരു ബാഡ് സിറ്റുവേഷനിൽ ഹാ ബെസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്താ, ദാറ്റ് ഇസ് എൻ ഐറണി. ഹാ ബെസ്റ്റ് എന്ന് നമ്മൾ എന്തിനാ യൂസ് ചെയ്യുക, നോർമലി അതൊരു നല്ല സിറ്റുവേഷനിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പം ചീത്ത സിറ്റുവേഷനിൽ അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് എൻ ഐറണി. അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന, അങ്ങനെ അടിച്ചാക്ഷേപിക്കാതെ ചില രീതിക്ക് ത്രൂ സജഷൻസ് അല്ലെങ്കിൽ സട്ടിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അയാൾ മോറലൈസ് ചെയ്യുക എന്ന് വെച്ചാൽ നന്നാക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ആൾക്കാരെ. ഒരിക്കലും ആ ഒരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത സൊസൈറ്റിനെയോ അല്ലെങ്കിൽ എന്താണ് എല്ലാവരും ചിന്തിക്കുന്നതിൽ നിന്ന് വിപരീതം ഒരാൾ ചിന്തിച്ചാൽ ഹിസ് ഡിഫറെന്റ് ഫ്രം അതേഴ്സ്. അപ്പോൾ അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് നിൽക്കുന്ന ആളോ ഹി നെവർ ക്രിട്ടിസൈസ്ഡ് എന്താ പറയുക, സ്ട്രോങ് അല്ലെങ്കിൽ ഹാർഷായിട്ട് ക്രിട്ടിസൈസ് ചെയ്തിരുന്നില്ല. ഹി വാസ് വെരി സട്ടിൽ അബൌട്ട് ഇറ്റ്. Chaucer's versatility in forms, including long narratives like Troilus and Cresside, foreshadowed the modern novel. അപ്പം ഇപ്പോഴത്തെ നമ്മൾ വായിക്കുന്ന നോവലുകളൊക്കെ ഉണ്ടല്ലോ, അതിലെങ്ങനെയാണ് റൊമാൻസ് എഴുതി വരുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ നറേറ്റീവ് സ്റ്റൈൽ എങ്ങനെയാണ്, ഡയലോഗ് ഡെപ്പിക്ഷൻ എങ്ങനെയാണ്, ഇതൊക്കെ ഏകദേശം നമുക്ക് ആരും ഇൻസ്പയർ ചെയ്തതാണ്. ഈ ഷോസറിൻ്റെ പണ്ടുള്ള ഒരു ലോങ് നാരറ്റീവ്സ് ഉണ്ട്. ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് എന്ന് പറഞ്ഞൊരു റൊമാൻസ് സ്റ്റോറിയാണ്. അതൊരു ട്രോജൻ വാറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഒരു റൊമാൻസ്. അപ്പം ഈ ഒരു റൊമാൻസ് ഒക്കെ വായിച്ചാൽ നമുക്ക് തോന്നും ഇന്നത്തെ കാലത്ത് എഴുതിയതാണ്. കാരണം അത്രയും അയാളുടെ റൈറ്റിങ്ങും ലാംഗ്വേജ് സ്കിൽസും എല്ലാം ഇറ്റ് വാസ് വെരി ഫോർവേഡ്. അത്രയും ആ ഒരു ബാക്ക് ഇൻ ദ സെഞ്ചുറി ആണ് ഷോസർ ജീവിച്ചതെങ്കിൽ പോലും അയാളുടെ ക്രിയേറ്റിവിറ്റി അത്രയും വലുതായിരുന്നു. നെക്സ്റ്റ് വി ഹാവ് ഷോസേഴ്സ് ലൈഫ് ആൻഡ് ദ റിച്ച് ബാക്ക്ഡ്രോപ്പ് ഓഫ് ലൈഫ്സ് റിയാലിറ്റീസ്. ഷോസർ ജനിച്ച എക്സാക്ട് ഇയർ വ്യക്തമല്ല. ഇറ്റ് വാസ് ബിറ്റ്വീൻ 1340 ആൻഡ് 1345 ഇൻ ലണ്ടൻ. എഡ്വേർഡ് III എന്ന് പറഞ്ഞ രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് ഷോസർ ജനിക്കുന്നത്. ഇയാളുടെ ഫാമിലി വളരെ റോയൽ കിങ്ഡമായിട്ട് വളരെയധികം ക്ലോസ് ആയിരുന്നു. കാരണം ഹീസ് വൺ അമംഗ് ദി അപ്പർ ക്ലാസ്സസ്. അതുപോലെ ഷോസറിൻ്റെ ഉമ്മാൻ്റെ ഫാമിലി ഈസ് മദേഴ്സ് ഫാമിലി ഈസ് എ ലിറ്റിൽ ബിറ്റ് മോർ എന്താ പറയുക, കുറച്ചും കൂടി റിച്ചറാണ് ഫാദറിൻ്റെ ഫാമിലിയെക്കാട്ടിലും. അതുകൊണ്ട് കുറച്ചും കൂടി സ്റ്റാറ്റസ് ഉള്ള ഫാമിലിയാണ്. അങ്ങനെയാണ് ഷോസറിന് എന്ത് ചെയ്യുന്നത്, റോയൽ ഫാമിലി ആയിട്ടുള്ള ബന്ധവും. അതുപോലെ ഹീ സെർവ്ഡ് ആസ് എ വാലേ ടു ദ കിങ്. വാലേ ടു ദ കിങ് എന്ന് പറഞ്ഞാൽ കിങ്ങിന്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിനാണ് വാലേ ടു ദ കിങ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം വിശ്വസ്തനാവണം. അപ്പോൾ റോയൽ ഫാമിലിയായിട്ട് അത്രയും അടുപ്പമുള്ള ഒരാളായിരുന്നു ഷോസർ. പിന്നെ ഇൻ 1370 ഷോസർ പാർട്ടിസിപ്പേറ്റഡ് ഇൻ ഡിപ്ലോമാറ്റിക് മിഷൻസ് ടു ഫ്രാൻസ് ആൻഡ് ഇറ്റലി.
അങ്ങനെ എന്താണ് 1370 റോയൽ ഫാമിലീൻ്റെ കൂടെ ഫ്രാൻസിലേക്കും ഇറ്റലിയിലേക്കും ഒക്കെ ഡിപ്ലോമാറ്റിക് മിഷൻസ്, അതായത് ആ കൺട്രീൻ്റെ ഡിപ്ലോമാറ്റിക് കാര്യങ്ങൾ പറയാൻ, അതായത് അയാളുടെ ആ ഒരു കൺട്രീൻ്റെ പല ഒക്കേഷൻസുകൾ ഉണ്ടാവുമല്ലോ, ഫ്രം റോയൽ ഫാമിലി ടു അനദർ റോയൽ ഫാമിലി, ഒരുപാട് മിഷൻസ്, അതുപോലെ നെഗോഷിയേഷൻസ് നടത്താനുണ്ടാവും, ട്രേഡ് അഗ്രിമെൻറ്റ്സ് നടത്താനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും പൊളിറ്റിക്കൽ അലയൻസസുകൾ പറയാനുണ്ടാവും. ഇതിനൊക്കെ ആണ് ഡിപ്ലോമാറ്റിക് മിഷൻസ് എന്ന് പറയാം. അങ്ങനെ ഈ ഡിപ്ലോമാറ്റിക് മിഷൻസിലൊക്കെ ജെഫ്രി ഷോസർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. എന്നിട്ട് 1370 പോയിട്ട് 1374 റിട്ടേൺ ചെയ്യുന്നത്. അങ്ങനെ റിട്ടേൺ ചെയ്തതിന് ശേഷം കസ്റ്റംസ് കൺട്രോളർ ആയിട്ട് അപ്പോയിൻമെന്റ് കിട്ടിയിരുന്നു ജെഫ്രി ഷോസറിന്. ലണ്ടൻ പോർട്ടിലെ കസ്റ്റംസ് കൺട്രോളറായിട്ടും ജെഫ്രി ഷോസർ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെ ഇൻ 1386 ഹി വാസ് ഇലക്റ്റഡ് ആസ് നൈറ്റ് ഓഫ് ദ ഷയർ ഓഫ് കെന്റ്. ഈ നൈറ്റ് ഓഫ് ദ ഷയർ ഓഫ് കെന്റ് എന്ന് പറയുന്നത് ഒരു ടൈറ്റിലാണ്. ഈ ഇൻഡിവിജ്വൽസ് മിക്കവാറും ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ അത്യാവശ്യം നല്ല വെൽത്തുള്ള, ആ ഒരു സൊസൈറ്റിയിൽ അത്യാവശ്യം വെൽത്തുള്ള ആൾക്കാരോ, അല്ലെങ്കിൽ വളരെയധികം കുറേ ലാൻഡ് ഉള്ള ഓണേഴ്സോ, ഇങ്ങനത്തെ ആൾക്കാർക്കാണ് ഈ നൈറ്റ് ഓഫ് ദ ഷയർ ഓഫ് കെന്റ് എന്നുള്ള ഈ ഒരു ടൈറ്റിൽ വരാറുള്ളത്. ഇവർ മിക്കവാറും എന്തായിരുന്നു അവരുടെ ജോബ് എന്ന് വെച്ചാൽ ദേ ആക്ടഡ് ആസ് ഇന്റർമീഡിയറ്റ്സ് ബിറ്റ്വീൻ ദ കൺട്രി. അതായത് ഗവൺമെന്റിന്റെയും ഈ കൺട്രി എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെയും ഗവൺമെന്റിന്റെ ഇടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആണ് ഈ ആൾക്കാർ ആക്ട് ചെയ്തിരുന്നത്. അപ്പോൾ ഇവർക്ക് ഗവൺമെന്റിന്റെ കാര്യങ്ങൾ ഈ ആൾക്കാരുടെ അടുത്ത് പറയാനും, പിന്നെ ആൾക്കാരുടെ വിഷമങ്ങളൊക്കെ പാർലമെന്റിൽ എത്തിക്കാനും, അവരുടെ ഡിസിഷൻസ് ഒക്കെ എടുക്കാനൊക്കെ ഉള്ളൊരു പവർ അല്ലെങ്കിൽ ഒരു റൈറ്റ് ഈ നൈറ്റ് ഓഫ് ദ ഷയർ ഓഫ് കെന്റ് എന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ വിഭാഗം ആൾക്കാരിലും എന്തായിരുന്നു 1386 ജെഫ്രി ഷോസർ ഇലക്ട് ആയിട്ടുണ്ടായിരുന്നു. ഷോസേഴ്സ് ഫോർച്യൂൺസ് ഡിക്ലൈൻ ഇൻ ദ ലാസ്റ്റ് ഡെക്കേഡ്. അങ്ങനെ 14th സെഞ്ച്വറിന്റെ ലാസ്റ്റ് ഡെക്കേഡ് ആയപ്പോഴത്തേനും ഷോസർ അത്യാവശ്യം അപ്പർ ക്ലാസ് എന്നാണ് നമ്മൾ പറഞ്ഞു. അങ്ങനെ അയാളുടെ ഫോർച്യൂണുകളൊക്കെ നഷ്ടപ്പെടുകയും അങ്ങനെ അയാൾ മെല്ലെ മെല്ലെ എന്തായി ആ ഒരു അപ്പർ ക്ലാസ്സിൽ നിന്ന് ലോവർ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ടുവാർഡ്സ് ദ എൻഡ് ഓഫ് ലാസ്റ്റ് ഡെക്കേഡ് 14th സെഞ്ച്വറിന്റെ എൻഡിലേക്ക്. അങ്ങനെ ഇൻ 1400 ഹി ഡൈഡ് ആസ് വെൽ. He lived during the age of chivalry marked by knights, tournaments, music and poetry. ഈ ഒരു മിഡീവൽ പീരീഡിലാണ് നമ്മൾ ജെഫ്രി ഷോസർ ജീവിക്കുന്നത്. അപ്പം ഷിവൽറി എന്ന് പറഞ്ഞാൽ ആ ഒരു നൈറ്റ്സ്, അതേപോലെ റോയൽറ്റി, പിന്നെ ഒരു കിങ്ഡം, നൈറ്റ്സ്, ഇങ്ങനത്തെ ഉള്ളൊരു ഇതുണ്ടല്ലോ. നമ്മൾ ഈ ഫിക്ഷനിലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ ഒരു കിങ്ഡം അല്ലെങ്കിൽ റോയൽ ലൈഫ് എന്താണ്, അതിനാണ് ഷിവൽറി എന്ന് പറയാം. അതുപോലെ റോയൽ ഫാമിലിയിൽ അവരുടെ സന്തോഷങ്ങൾ, അവരുടെ ഫ്രീ ടൈം എന്തിലായിരുന്നു? ഇറ്റ് വാസ് ത്രൂ മ്യൂസിക് അല്ലെങ്കിൽ പോയട്രി, പിന്നെ അതുപോലെ എന്തെങ്കിലും ഹോഴ്സ് ടൂർണമെന്റ്സ് അല്ലെങ്കിൽ ഗെയിംസ്, ഇതൊക്കെ കൂടെയാണ് റോയൽ ഫാമിലീൻ്റെ സമയങ്ങൾ കഴിച്ചുകൂടിയിരുന്നത്. ആ ഒരു കാലഘട്ടത്താണ് ജെഫ്രി ഷോസർ ജീവിക്കുന്നത്. ദ കോർട്ട്ലി കൾച്ചർ ഫോക്കസ്ഡ് ഓൺ സ്പെക്ടിക്കൽ, കൺവെൻഷൻ ആൻഡ് പ്ലഷർ. റോയൽ ഫാമിലിയിൽ അപ്പാർട്ട് ഫ്രം ദെയർ റെസ്പോൺസിബിലിറ്റീസ് അവർക്ക് മെയിൻ ആയിട്ട് എന്തായിരുന്നു? ദേ വാണ്ടഡ് സംതിങ് ലൈക്ക് മ്യൂസിക് ആൻഡ് ഡാൻസ്. അതായത് കുറേ പെണ്ണുങ്ങൾ ഉണ്ടാവുമായിരുന്നു, ഒരു വിഭാഗം ആൾക്കാർ, ടു ഡാൻസ് ആൻഡ് എന്റർടൈൻ ദ കിങ് അല്ലെങ്കിൽ എന്റർടൈൻ ദ റോയൽ ഫാമിലി. അപ്പോൾ അങ്ങനത്തെ സ്പെക്ടിക്കൽ വേണമായിരുന്നു. ആൻഡ് ദേ ഹാഡ് പ്ലഷർ ത്രൂ ഗെയിംസ്, പോയട്രി ആൻഡ് സ്റ്റോറി ടെല്ലിംഗ്. ലൈക്ക് ദർ വർ എ സെറ്റ് ഓഫ് പീപ്പിൾ, അത്യാവശ്യം അറിവുള്ള ആൾക്കാർ വന്നിട്ട് റോയൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് ദേ യൂസ് ടു റീഡ് ആൻഡ് റൈറ്റ് പോയട്രി, സ്റ്റോറി ടെല്ലിംഗ്, ഒരുപാട് ഗെയിംസ്. ഇതൊക്കെയാണ് കോർട്ട്ലി ലൈഫിലെ പ്ലഷേഴ്സ്. പോയട്രിയും സ്റ്റോറി ടെല്ലിങ്ങും ഷോസറിന്റെ വർക്കിൽ അത്യാവശ്യം ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. ഇപ്പൊ നമ്മൾ അയാളുടെ ഫേമസ് വർക്ക് ആയിട്ടുള്ള ദ കാന്റർബറി ടേൽസ് എടുത്ത് നോക്കിയാൽ വി നോ ഇറ്റ്സ് എ സെറ്റ് ഓഫ് പിൽഗ്രിംസ്. ഒരു യാത്ര തുടങ്ങിയ ഒരു പിൽഗ്രിംസ് ആണ് കുറച്ച് സെറ്റ് ഓഫ് ആൾക്കാർ. അവർ തമ്മിൽ അവരുടെ ലൈഫും അവരുടെ എങ്ങനെയായിരുന്നു അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ പറയുന്നതാണ്. അതിൽ നമുക്ക് ഓരോരോ ലെസൺസ് കിട്ടും. അപ്പോൾ അത് ഇറ്റ് ഇസ് എ ഫോം ഓഫ് സ്റ്റോറി ടെല്ലിംഗ്. അപ്പോൾ ഷോസറിന്റെ വർക്കിൽ മിക്കവാറും പോയട്രിയും സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. Though the court enjoyed luxury, society also relied on peasants, tradesmen and religious officials. ഈ കോർട്ട്ലി ലൈഫ് അല്ലെങ്കിൽ റോയൽ ഫാമിലിനോട് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർക്ക് മിക്കവാറും ലൈഫിൽ ലക്ഷറി ആയിരിക്കും. പക്ഷെ അത് മാത്രമല്ലല്ലോ, വേറെ ആൾക്കാരുണ്ട്. ദർ ആർ പെസൻസ്, അതായത് ഫാമേഴ്സ് ഉണ്ട്, ട്രേഡ് നടത്തുന്ന ആൾക്കാരുണ്ട്, പിന്നെ റിലീജിയസ് ഒഫീഷ്യൽസ്, ചർച്ചിലെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെയും ഒക്കെ ലൈഫ് എന്താണ് ഷോസറിന്റെ വർക്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് റിഫ്ലക്ട് ചെയ്യായിരുന്നു. ഷോസറിന്റെ വർക്ക് അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് എലൈറ്റ് ആൻഡ് വർക്കിംഗ് ക്ലാസ്, അതായത് റോയൽ ഫാമിലിൻ്റെയും റിച്ച് അപ്പർ ക്ലാസിൻ്റെയും അതേപോലെ തന്നെ വർക്കിംഗ് ലോവർ ക്ലാസിൻ്റെയും ഫീലിങ്സ് എന്താ പറയുക എക്സ്പ്രഷൻസ് വളരെയധികം മനസ്സിലാക്കിയിട്ട് എഴുതുന്ന ഒരാളായിരുന്നു ജെഫ്രി ഷോസർ. ഷോസറിന്റെ മെയിൻ ലിറ്റററി വർക്ക്സ് എന്ന് പറഞ്ഞാൽ, ആസ് ഐ ഹവ് ടോൾഡ് യു ബിഫോർ, റോയൽ ഫാമിലിനോട്
അടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പല കൾച്ചറുകൾ കാണാൻ സാധിച്ചുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള ഒരാളായിരുന്നു ജെഫ്രി ചോസർ. ഹി വാസ് ഫ്ലുവൻറ്റ് ഇൻ ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ. അപ്പോൾ ഇനീഷ്യലി എഴുതി തുടങ്ങിയപ്പോൾ തന്നെ ഫ്രഞ്ചിനും ഇറ്റാലിയൻ ഒക്കെ ആയിരുന്നു എഴുതി തുടങ്ങിയിരുന്നത്. അതുപോലെ അന്ന് ഇംഗ്ലീഷിൽ അത്ര അധികം റൈറ്റിംഗ്സ് ഒന്നും ഡെവലപ്ഡ് ആയിട്ടില്ല. കുറെ ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നല്ലാതെ ലൈക്ക് ഗ്രീക്ക് ആൻഡ് ലാറ്റിൻ വർക്ക്സിലെ ട്രാൻസ്ലേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഹി സ്റ്റാർട്ടഡ് ഓക്കെ ലൈക്ക് എൻ്റെ കൺട്രിയിലും എൻ്റെ ചുറ്റിലുള്ള ആൾക്കാർക്കും കുറച്ചും കൂടി മനസ്സിലാവുന്നത് എന്താണ് ഇംഗ്ലീഷാണ്. സോ ഹി സ്റ്റാർട്ടഡ്, അതായത് റോയൽ ഫാമിലി, റൂറൽ ലൈഫ്, അതുപോലെ എന്താ വെച്ചാൽ പുവർ ആൾക്കാരുടെ റൂറൽ ലൈഫ്, ഇതെല്ലാം നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ട് ഒരു നല്ല ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒക്കെ നടത്തിയിട്ട് ഹി സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഇൻ ഇംഗ്ലീഷ്. ഇങ്ങനത്തെ ഒരു ഷിഫ്റ്റ് വന്നതോടുകൂടി എന്തായി, ആൾക്കാർക്ക് അത്യാവശ്യം കുറച്ചും കൂടി ഷോസറായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഈ ഫ്രഞ്ചിലും ഇറ്റാലിയനിലും ഒക്കെ എഴുതുമ്പോൾ കുറച്ചൊക്കെ ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ ടച്ച് വരും, അതായത് അവരുടെ കൾച്ചറിന്റെ ഒരു ടച്ച് വരുമ്പോൾ ഒരിക്കലും ഇംഗ്ലീഷ് ആൾക്കാർക്ക് വായിച്ചിട്ട് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം നമ്മൾ വേറൊരു നാട്ടിലെ കൾച്ചറിനെ പറ്റി വായിക്കുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ ഇനീഷ്യലി ഇറ്റ്സ് എ ലിറ്റിൽ ഡിഫിക്കൾട്ട്, കാരണം നമ്മുടെ കൾച്ചർ ഇസ് വെരി ഡിഫറെന്റ് ഫ്രം ദേഴ്സ്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഇഫ് വി റീഡ് ദ വർക്ക്സ് ഇൻ ആ മദർ ടങ്, നമ്മൾ കൾച്ചറിനെ പറ്റി പറയുന്ന വർക്ക്സ് വായിക്കുമ്പോൾ ഇറ്റ്സ് മോർ റിലേറ്റബിൾ. ഷോസറിന്റെ മോസ്റ്റ് ഫേമസ് വർക്കാണ് ദ കാന്റർബറി ടേൽസ്. ഇറ്റ് വാസ് ബിഗൺ ഇൻ 1836, പക്ഷെ മരിക്കുന്നത് വരെ ഇറ്റ്സ് ലെഫ്റ്റ് അൺഫിനിഷ്ഡ്. അങ്ങനെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ പോയൊരു ഫേമസ് വർക്കാണ് കാന്റർബറി ടേൽസ്. വേറെ നല്ല വർക്ക്സ് ആണ് ദ പാർലമെന്റ് ഓഫ് ഫൗൾസ്, ട്രോയിലസ് ആൻഡ് ക്രിസേഡ്, ലെജൻഡ് ഓഫ് ഗുഡ് വിമൻ. His early writing included a translation of Roman de la Rose, ഒരു ഫ്രഞ്ച് പോം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷിലേക്ക്. ഇറ്റ് വാസ് റോമൻ ഡെ ല റോസ്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഈ ഫ്രഞ്ച് ഇപ്പം നമ്മളൊരു ഭാഷ മറ്റേ ഭാഷയിലേക്ക്, ഇപ്പം ഇംഗ്ലീഷ് നമ്മൾ മലയാളത്തിലേക്ക് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് യൂസേജുകൾ മലയാളത്തിലേക്ക് അതേപോലെ തന്നെ വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ ഓവറോൾ ആ ഒരു അർത്ഥം വരുന്ന രീതിക്കാണ് ട്രാൻസ്ലേഷൻ നടത്തുക. അങ്ങനെ കുറച്ചുകൂടി ഇംഗ്ലീഷ് ഇഡിയംസ് ഉണ്ടാക്കിയ ഒരാളാണ് ജെഫ്രി ചോസർ. ഫ്രഞ്ച് ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ ആ ഒരു റൊമാൻറ്റിക് എലിമെന്റ്സും അതുപോലെ ഇംഗ്ലീഷിൽ എന്ന് വെച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് ഏറ്റവും സാധാരണക്കാർക്ക് പോലും വായിച്ചാൽ മനസ്സിലാവുന്ന രീതിക്ക് ആ ലാംഗ്വേജിനെ മാറ്റാൻ ശ്രമിച്ചപ്പോൾ ഹി ബോട്ട് ഫോർവേഡ് എ സർട്ടൻ ഇംഗ്ലീഷ് idioms. അതുപോലെ എന്താണ്, ഹി സ്റ്റാർട്ടഡ് യൂസിങ് അലിഗോറി. അലിഗോറി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഫോം ഓഫ് പോയറ്റിക് ഡിവൈസ് വേർ നമ്മളിപ്പം സീസൺ ആയിട്ട് കമ്പയർ ചെയ്യാം. ഇപ്പം ലവിനെ നമുക്ക് സീസൺസ് ആയിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും നാച്ചുറൽ ഫോഴ്സസ് നമുക്ക് മൂണുമായിട്ട് കമ്പയർ ചെയ്യാം, അല്ലെങ്കിൽ റോസ് ഫ്ലവർ ആയിട്ട് കമ്പയർ ചെയ്യാം, വിത്ത് ദ വിൻഡ്, റെയിൻ, എന്തിനായിട്ട് നമുക്ക് ഇപ്പം ലവ് എന്നല്ല എനി ഇമോഷൻ നമ്മളിപ്പോൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് പേഴ്സോണിഫൈഡ്. ഇപ്പം ഞാൻ പറയുകയാണെന്താണ്, റെയിൻ സ്മൈൽഡ് അറ്റ് മീ, അല്ല മൂൺ സ്മൈൽഡ് അറ്റ് മീ, ഇഫ് ഐ ടെൽ യു ഗൈസ് ദ മൂൺ സ്മൈൽഡ് അറ്റ് മീ, അല്ലെങ്കിൽ ദ റെയിൻ ഡ്രെഞ്ച്ഡ് മീ, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എന്താണ്, ഒരിക്കലും മൂൺ എന്നെ നോക്കി ചിരിക്കാൻ പോകുന്നില്ല, ബട്ട് ഇറ്റ്സ് എ പേഴ്സോണിഫിക്കേഷൻ. ആ ഒരു മൂണിന് ഞാൻ ഒരു ആളുടെ ഐഡന്റിറ്റി അല്ലെങ്കിൽ ആളുടെ ഇമോഷൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിനാണ് അലിഗോറി പറയുക. പിന്നെ ദിസ് ലിറ്റററി മെത്തേഡ് റൂട്ടഡ് ഇൻ പെർസോണിഫിക്കേഷൻ ബിക്കെയിം എ ഹോൾമാർക്ക് ഓഫ് ചോസർ സ്റ്റൈൽ. അവിടെ നിന്ന് അങ്ങോട്ട് ആഫ്റ്റർ ഹി ഫിനിഷ്ഡ് ട്രാൻസ്ലേഷൻ ഓഫ് റോമൻ ഡെ ല റോസ്, ഈ ചോസറിന്റെ മിക്ക വർക്കിലും ഒരു ഹോൾമാർക്കാണ് എന്ത്, ഒന്നെങ്കിൽ പേഴ്സോണിഫിക്കേഷൻ അല്ലെങ്കിൽ അലിഗോറി. ഇങ്ങനത്തെ പോയറ്റിക് ഡിവൈസസ് യൂസ് ചെയ്യുന്നത് ചോസറിന്റെ സ്റ്റൈലിന്റെ ഒരു ഭാഗമായി മാറി. ചോസറിന്റെ വൊക്കാബുലറിയും റൈറ്റിംഗ് സ്റ്റൈലും മിക്കവാറും ഫ്രഞ്ച് ആൻഡ് ഇറ്റാലിയൻ, ഫ്രഞ്ചും ഇറ്റാലിയൻ ലാംഗ്വേജും അറിയാവുന്നതുകൊണ്ട് തന്നെ അതിന്റെ ട്രഡീഷൻസ് അത്യാവശ്യം നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ റോമൻ ഡെ ല റോസ് ട്രാൻസ്ലേറ്റ് ചെയ്തതോടുകൂടി ഹി അണ്ടർസ്റ്റുഡ് കുറച്ചും കൂടി നമ്മൾ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ കൾച്ചറായിട്ട് കുറച്ചും കൂടി നമ്മൾ ക്ലോസ് ആയിട്ട് നിൽക്കണം, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് മോർ. അങ്ങനെ ചോസറിന്റെ ട്രാൻസ്ലേഷൻ വാസ് ഓഫ് മോർ ഓഫ് എ ക്രിയേറ്റീവ് റീവർക്കിംഗ്. ഞാൻ പറഞ്ഞ പോലെ ഒറിജിനലിന് അത്രത്തോളം സ്റ്റിക്ക് ചെയ്യുന്നതിന് പകരം ഓവറോൾ അർത്ഥം വരുന്ന രീതിക്ക്, സോ ദാറ്റ് മോർ പീപ്പിൾ ക്യാൻ അണ്ടർസ്റ്റാൻഡ് എന്നുള്ള രീതിയിലായിരുന്നു ട്രാൻസ്ലേഷൻ നടത്തുന്നത്. ചോസർ ഗേവ് എ ന്യൂ ഹ്യൂമാനിസ്റ്റിക് ഓറിയന്റേഷൻ ടു ദ ടെക്സ്റ്റ്. അതായത് എങ്ങനെയായിരുന്നു ആ ടെക്സ്റ്റ് ഒറിജിനലി ഉണ്ടായിരുന്നത്, ഇറ്റ്സ് സെറ്റയർ അല്ലെങ്കിൽ അവരുടെ ഒരു ക്ലറിക്കൽ പ്രാക്ടീസസ് മീൻസ് ക്ലറിക്സ് ആർ ദോസ് പീപ്പിൾ ഹു ഹെൽപ്പ് ഇൻ റിലീജിയസ്, അതായത് ഈ പള്ളിയിലൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ക്ലർക്സ്. അപ്പോൾ ഇങ്ങനത്തെ പ്രാക്ടീസസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് എന്താണോ ആ വർക്കിൽ പറയുന്നത് അത് കുറച്ചും കൂടി അതായത് ഈ വായിക്കുന്ന ഇംഗ്ലീഷുകാർക്ക് മനസ്സിലാവുന്ന രീതിക്ക് കുറച്ചും കൂടി സോഫ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരുന്ന ഒരു ഹ്യൂമാനിസ്റ്റിക് ഓറിയന്റേഷൻ ആയിരുന്നു ആ ട്രാൻസ്ലേഷനിൽ ചോസർ നടത്തിയത്. ചോസർ ഫോക്ക് ടേൽസും അതുപോലെ ഒരുപാട് 14th സെഞ്ച്വറി ഇംഗ്ലണ്ടിന്റെ ഒരു എന്താ പറയുക
കോണ്ടെക്സ്റ്റ് അത്യാവശ്യം നല്ല രീതിക്ക് മനസ്സിലാക്കിയിട്ടാണ് അവിടുന്ന് അങ്ങോട്ടുള്ള റൈറ്റിങ്സ് തുടങ്ങിയത്. അപ്പം ഫോക്ക് ടെയിൽസ് നിന്ന് കുറച്ച് കാര്യങ്ങൾ ഇന്റർപ്രറ്റ് ചെയ്യും. അതുപോലെ ഇംഗ്ലണ്ടിന്റെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരിൽ നിന്ന് കുറച്ച് ഓറിയന്റേഷൻ, അതായത് അവരുടെ ഒരു കോണ്ടെക്സ്റ്റ്, അവരെങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇതൊക്കെ പഠിച്ചിട്ടാണ് ഷോസർ എഴുതി സ്റ്റാർട്ട് ചെയ്തത്. ട്രോയിലസ് ആൻഡ് ക്രിസൈഡ് എന്നുള്ള ഈ വർക്ക് ഒരു മോഡേൺ നോവലായിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് സാമ്യമുണ്ട്. അതിന്റെ തീമാറ്റിക് റേഞ്ച് ആയാലും അതൊരു എപ്പിക് ലെങ്ത് ഉണ്ട്, അതിന്റെ ആ റൈറ്റിംഗ് സ്റ്റൈൽ നോക്കിയാലും, അതുപോലെ റൊമാൻസിലെ ഇന്റിമസി, ഹൗ ഇന്നത്തെ കാലത്തെ മോഡേൺ നോവൽസിലൊക്കെ കാണുന്ന പോലെ ഹൗ റൊമാൻസ് ഈസ് ബീങ് ഡിസ്ക്രൈബ്ഡ്, ഇതൊക്കെ നോക്കുമ്പോൾ നമുക്ക് തോന്നും അതിലുള്ള ക്യാരക്ടേഴ്സ് ആയാലും, അതുപോലെ ഡയലോഗ് ഡെപിക്ഷൻ, എങ്ങനെയാണ് ഡയലോഗ് വരുന്നത്, ലൈക്ക് ആ ഒരു ഏർജൻസി കാണിക്കാൻ, അല്ലെങ്കിൽ എന്താ ഇമോഷൻ ആണോ ട്രാൻസെൻഡ് ചെയ്യാൻ നോക്കുന്നത് അതിനനുസരിച്ച് ഷോർട്ട് ഡയലോഗ്സ്, ലോങ് ഡയലോഗ്സ്, അതായത് ഒരു നാരറ്റീവ് ആവുമ്പോൾ ലോങ് നാരറ്റീവ് ആണെന്നുണ്ടെങ്കിൽ എന്താവും, നമ്മൾ ആ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്ത് പോകണമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആ ഒരു ഇമോഷൻ കറക്റ്റായിട്ട് ട്രാൻസെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിക്കുള്ള ഡയലോഗ്സ്, അതായത് ഇപ്പം ഞാനൊരു പോയം എഴുതാണ്, അപ്പം ഞാൻ പറയണം പോയം എഴുതുമ്പോൾ എനിക്ക് ഇങ്ങനെ എഴുതിയാൽ മാത്രമേ അതിൻ്റെ ഒരു സ്ട്രക്ചർ കറക്റ്റ് ആവുള്ളൂ എന്ന് വിചാരിച്ചാൽ ചിലപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഇമോഷൻ നിങ്ങൾക്ക് വായിച്ചാൽ അതേപോലെ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഷോസർ എന്താണ് ചെയ്തത്, ഇമോഷൻ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിന് അനുസരിച്ചുള്ള ഷോർട്ട് ആൻഡ് ലോങ് ഡയലോഗ്സ് ആണ് ഷോസർ യൂസ് ചെയ്തത്. ഹി ഗേവ് ആ ഒരു സ്ട്രക്ചറിന് ഒരു ബാക്ക് ഡ്രോപ്പ് കൊടുത്തിട്ട്, എന്നാൽ സ്ട്രക്ചർ ഫോളോ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്ര സ്ട്രിക്റ്റ് ആയിട്ടല്ല എന്ന് മാത്രം. Troilus and Cresside blends romance and tragedy with its precise structure and rhymed verse. നല്ല രീതിക്കുള്ള റൈമിംഗ് സ്കീമും കൺസിഡറബിൾ സ്ട്രക്ചറും യൂസ് ചെയ്തിട്ടാണ് റൊമാൻസും ട്രാജഡിയും ഒക്കെ ഷോസർ കൺട്രോൾ ചെയ്ത് എഴുതിയിട്ടുള്ളത്. പ്ലേസിംഗ് ഷോസർ ഇൻ ദ ബ്രോഡ് ലിറ്റററി ട്രഡീഷൻ ഓഫ് യൂറോപ്പ്. അടുത്ത 1.4 അടുത്ത സെക്ഷൻ, ജെഫ്രി പോയട്രി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറും അതുപോലെ മോഡേൺ പോയിട്രിൻ്റെ ഒക്കെ ഫാദറായിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാം, ജെഫ്രി ഷോസർ. അങ്ങനെ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ ലിറ്ററേച്ചറിലെ ഒരു ഹ്യൂമാനിസ്റ്റിക് ഔട്ട്ലുക്ക്, അതായത് ഹ്യൂമൻസിൻ്റെ ഇമോഷൻസും അല്ലെങ്കിൽ സെക്യുലർ ഔട്ട്ലുക്കും ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ജെഫ്രി ഷോസറാണ്. പണ്ടത്തെ കാലത്തുള്ള ആ ഒരു റൂട്ട് ഉണ്ടല്ലോ, അതായത് ഇങ്ങനെ മാത്രമേ എഴുതാൻ പാടുള്ളൂ, അതായത് നമ്മൾ ഈ ട്രഡീഷൻ ഫോളോ ചെയ്തിട്ട് മാത്രമേ എഴുതാൻ. വാട്ട് ഡിഡ് ഹി ഡു, ഹി മേഡ് ഇറ്റ് എ പോയിന്റ്. സെക്യുലർ ആയിട്ടും നമുക്ക് വേണമെങ്കിൽ, ലൈക്ക് ജസ്റ്റ് എ സെക്കൻഡ് ഗൈസ്, ഐ എം ഗെറ്റിംഗ് എ കോൾ, ഐ എം സോറി, ലെറ്റ്സ് കണ്ടിന്യൂ. അപ്പം ഹി ഈസ് ഓഫൻ റിഗാർഡഡ് ആസ് ഫാദർ ഓഫ് മോഡേൺ പോയട്രി. അങ്ങനെ നമ്മുടെ ലിറ്ററേച്ചറിലേക്ക് ഹ്യൂമാനിസ്റ്റിക് ഔട്ട്ലുക്ക് സ്റ്റാർട്ട് ചെയ്തത് ഷോസറാണ്. ആ മെഡീവൽ തോട്ട് പ്രോസസ്സ് ഉണ്ടല്ലോ, നമ്മൾ പണ്ടത്തെ ആൾക്കാർ എങ്ങനെ എഴുതി അതുപോലെ എഴുതാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ബിബ്ലിക്കൽ റിലേറ്റഡ് തീംസ് മാത്രമേ എഴുതാൻ പാടുള്ളൂ, ഇതൊക്കെ ബ്രേക്ക് ചെയ്തത് ഷോസറാണ്. ഹ്യൂമൻ ലൈഫ് എങ്ങനെയാണോ അതേപോലെ തന്നെ പച്ചയായിട്ട് പോർട്രേ ചെയ്യാനുള്ള ഒരു സ്പേസാണ് ലിറ്ററേച്ചർ എന്നുള്ളത് തിരിച്ചറിഞ്ഞത് ഷോസറാണ്. അത് കുറച്ച് മെല്ലെ മെല്ലെ അതിൻ്റെ ചേഞ്ചസും സ്റ്റാർട്ട് ചെയ്തത് ഷോസറാണ്. Chaucer observed the people of his time who clung to old beliefs, understanding their contradictions. ഇപ്പോഴും ഇന്നത്തെ സൊസൈറ്റി പോലെ തന്നെ നമ്മളിപ്പം എന്തെങ്കിലും ആ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നതിൽ വിപരീതമായിട്ട് എന്തെങ്കിലും ചെയ്താൽ ഒബ്വിയസ്ലി നമുക്ക് കോൺട്രഡിക്ഷൻസ് ഉണ്ടാവും, ആൾക്കാർ നമുക്ക് വിലങ്ങി നിൽക്കും. പക്ഷെ അവരൊന്നും ക്രിട്ടിസൈസ് ചെയ്യാൻ പോവാതെ, ഇത് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ പറയുന്നതാണ് ശരി, അങ്ങനെ അവർ നന്നാക്കാനൊന്നും പോവാതെ വാട്ട് ഡിഡ് ഹി ഡു, സട്ട്ലി ഇയാൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. സോ ഷോസർ സ്റ്റാർട്ടഡ് റൈറ്റിംഗ് ഡിഫറെൻ്റ്ലി. അങ്ങനെ മെല്ലെ മെല്ലെ അതിന് ആക്സെപ്റ്റൻസ് കിട്ടുകയായിരുന്നു ചെയ്തിരുന്നത്. ആൾക്കാരെ കണ്ടം ചെയ്യുന്നതിന് പകരം, അതായത് ആൾക്കാരെ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരുടെ ഹിപ്പോക്രസി അല്ലെങ്കിൽ അവർ തെറ്റ് ചെയ്യുന്നതിനൊക്കെ അവരുടെ ചീത്ത പറയുന്നതിന് പകരമോ അല്ലെങ്കിൽ അവരുടെ തെറ്റുകൾ തിരുത്താൻ പോകുന്നതിന് പകരമോ നല്ല രീതിക്ക് മനസ്സിലാക്കും അവരുടെ ബിഹേവിയറിന് എന്താണ് കാരണം. ഇപ്പം ഒരാൾ ഗ്രീഡി ആണെന്നുണ്ടെങ്കിൽ അതിന് എന്തായിരിക്കും കാരണം എന്ന് ഷോസർ അന്വേഷിക്കും. സോ ഹി സ്റ്റാർട്ടഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ പേഴ്സൺ. അപ്പോൾ അയാൾ സെൽഫിഷ് ആവാനുള്ള കാരണം എന്താ, അയാൾ ഗ്രീഡി ആവാനുള്ള കാരണം എന്താ, ഇതൊക്കെ അന്വേഷിച്ച് അത് മനസ്സിലാക്കുന്ന ഒരാളായിരുന്നു ഷോസർ. നേരിട്ട് ഒറ്റയടിക്ക് പോയിട്ട് നീ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അയാളെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ല എന്നുണ്ടെങ്കിൽ വി കനോട്ട് സേ ദാറ്റ്. അപ്പോൾ അയാളെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല രീതിക്ക് അന്വേഷിച്ചിട്ടാണ് ഷോസർ ഒരാളുടെ അടുത്ത് സംസാരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റ് തിരുത്താൻ പോകാനുണ്ടെങ്കിൽ ചെയ്യാറ്.
During the second half of 14th century, Chaucer witnessed a growing divide between religious and secular life. കുറച്ച് അങ്ങോട്ടേക്ക് once he started writing secular stuff, പിന്നെ ഒരു 14th സെഞ്ചുറിന്റെ സെക്കൻഡ് ഹാഫ് ഒക്കെ ആയി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മെല്ലെ മെല്ലെ ഷോസർ നോട്ട് ചെയ്ത് എന്ത് ഈ സൊസൈറ്റി തമ്മിൽ തന്നെ ഒരു വലിയ ഡിവിഷൻ വരാൻ തുടങ്ങി. അത് റിലീജിയസ് ആൾക്കാരും സെക്യുലർ ലൈഫ് ലീഡ് ചെയ്യുന്ന ആൾക്കാരും. ഈ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ പറയും എന്ത്, ഞാൻ ഈ ചേർച്ച് പറയുന്ന ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അതുപോലെ അവരുടെ റിലീജിയൻ ആണ് അവർക്ക് വലുത്. അപ്പം ഈ സെക്യുലർ ലൈഫ് നോക്കുന്ന ആൾക്കാർക്ക് എന്താണ്, അവരുടെ ഡെയിലി എക്സിസ്റ്റൻസ് ആണ് അവരുടെ പ്രശ്നം. മിക്കവാറും ഈ താഴെ തട്ടിൽ കിടക്കുന്ന ഫാമേഴ്സ് അല്ലെങ്കിൽ പെസൻസ്, ഇവർക്കൊക്കെ എന്താണ്, അവർ ദേ ആർ ലിവിങ് ഫ്രം ഹാൻഡ് ടു മൗത്ത്. അന്ന് കിട്ടുന്നത് അവർക്ക് അന്ന് കഴിക്കാനേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ആൾക്കാരോട് പോയിട്ട് നിങ്ങൾ ക്രൈസ്റ്റിനെ മാത്രം വിശ്വസിച്ചിട്ട് ലൈഫ് അവർക്ക് വേണ്ടിയിട്ട് മാത്രം മാറ്റി വെക്കണം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് വാസ് വെരി ഡിഫിക്കൽട്ട് ബാക്ക് ദെൻ. അവർക്ക് അത് മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അങ്ങനെ ഈ രണ്ട് വിഭാഗം ആൾക്കാരും തമ്മിൽ സൊസൈറ്റിയിൽ കുറച്ചൊരു ഡിവിഷൻ വരാൻ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ ദർ വാസ് എ ടെൻഷൻ ഇൻ ദ സൊസൈറ്റി. അതായത് ദ പീപ്പിൾ ഹു ബിലീവ്ഡ് ഇൻ സ്പിരിച്വാലിറ്റി, അതുപോലെ ചില ആൾക്കാർ ദ പീപ്പിൾ ഹു ബിലീവ്ഡ് ഇൻ മൈൻഡ്, അതായത് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലെ ആവശ്യങ്ങൾ, മെറ്റീരിയൽ ആൻഡ് ബോഡിലി ഏർജസ്. ദർ വാസ് എ സ്പ്ലിറ്റ് ബിറ്റ്വീൻ സോൾ ആൻഡ് മൈൻഡ്. അങ്ങനെ ഈ രണ്ട് വിഭാഗം ആൾക്കാരായിട്ട് സൊസൈറ്റി ഡിവൈഡ് ചെയ്യാൻ തുടങ്ങുന്നത് ഷോസർ നോട്ട് ചെയ്തു. ഷോസറിന്റെ ലൈഫിൽ ഔട്ട്ലുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ഹിസ്റ്ററിയിൽ നിന്ന് പഠിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് നൈസ് ടു നോ എവറിത്തിങ് ദാറ്റ് ഹിസ്റ്ററി ബോട്ട് ഫോർവേഡ്. കാരണം നമ്മൾ നമ്മുടെ ലൈഫും സൊസൈറ്റിയും ഒക്കെ ഷേപ്പ് ചെയ്തെടുത്തത് പഴയ കാലമാണ്, പാസ്റ്റ് ആണ് എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വീക്കായിട്ട് ഇരിക്കരുത്. നമ്മൾ അത് മാത്രം വിശ്വസിച്ചിട്ട് ഓക്കെ ദിസ് ഈസ് റൈറ്റ് എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഒരിക്കലും കീപ്പ് ചെയ്യാൻ പാടില്ല. മാറുന്ന ലോകത്തിനോട് വി ഷുഡ് നോ വാട്ട് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മുടെ ഷോസർ ജീവിച്ചിരുന്നത്. ഹി ബിലീവ്ഡ് ഇവൻ ദോ റോയൽ ഫാമിലിയും റോയൽ കോർട്ടിനോടൊക്കെ അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നെങ്കിൽ പോലും അയാൾക്ക് അത്യാവശ്യം നല്ല രീതിക്ക് എന്തുണ്ടായിരുന്നു, നമ്മൾ റോയൽ ഫാമിലി പറഞ്ഞത് മാത്രം വിശ്വസിച്ച് ജീവിക്കരുതെന്നൊരു ബിലീഫ് ഉണ്ടായിരുന്നു. അതുപോലെ ദർ വാസ് എ ഹിസ്റ്റോറിക്കൽ ഷിഫ്റ്റ്, ദാറ്റ് ഈസ് വീക്കനിങ് ഓഫ് ദ ഫ്യൂഡലിസം. ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ ഈ 14th സെഞ്ചുറി ഒരു 15th സെഞ്ചുറി വരെയൊക്കെ ഉണ്ടായിരുന്ന ഒരു സിസ്റ്റമാണ്. അതായത് ഇറ്റ് വാസ് എ പൊളിറ്റിക്കൽ സിസ്റ്റം, ബീറ്റ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ബീറ്റ് ഇക്കോണമി, ഇതെല്ലാം ഒരു മിലിറ്ററിനോടായിട്ട് കമ്പൈൻ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് എന്താ പറയുക, നമ്മുടെ റോയൽ ഫാമിലിയും അതുപോലെ തന്നെ മിലിറ്ററിയും, ഇവർ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഒരു സൊസൈറ്റി സ്ട്രക്ചർ ചെയ്യുന്നതിനാണ് ഫ്യൂഡലിസം പറയാം. അപ്പോൾ ഇതിലൊക്കെ മെല്ലെ മെല്ലെ വീക്കനിങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ലൈക്ക് ഹി തോട്ട് ഓക്കെ ഇങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് റോയൽ ഫാമിലിയും മിലിറ്ററിയും തമ്മിലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. സോ ഹി അണ്ടർസ്റ്റുഡ് ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, മോഡേൺ ആയിട്ട് ചിന്തിക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അവരുടെ മേൽ പറയുന്ന കാര്യങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കാതെ ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റനിങ്. ഇപ്പം നമ്മുടെ അടുത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്കത് തിരിച്ച് ചോദിക്കാനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ അന്നത്തെ കാലത്ത് അതൊക്കെ വളരെ കുറവാണ്. സോ ഈ ഓക്കെ ഞാൻ എഴുതുന്നതിനൊരു കാര്യമുണ്ട്, ഞാൻ മാറി ചിന്തിച്ച് റൈറ്റിംഗ് എഴുതുന്ന ആൾക്കാരെ സ്വീകരിക്കുന്നതും ഉണ്ട്. മാത്രമല്ല ദേ സ്റ്റാർട്ടഡ് തിങ്കിങ് ഓൺ ദെയർ ഓൺ. പിന്നെ ദ അരിസ്റ്റോക്രസി ലുക്ക് ഡൗൺ ഓൺ ദോസ് ഹു ആക്ച്വലി ക്രിയേറ്റഡ് വെൽത്ത്. അരിസ്റ്റോക്രസി എന്ന് പറഞ്ഞാൽ ദ വെൽത്തി പീപ്പിൾ, ദ വെൽത്തി സെറ്റ് ഓഫ് പീപ്പിൾ, അതായത് റോയൽ ഫാമിലി, ലാൻഡ് ഓണേഴ്സ്, നോബിൾ മെൻ, ഇവരൊക്കെ അരിസ്റ്റോക്രസിയിൽ പെടും. ഇവർ മിക്കവാറും എന്താണ്, ദേ ഹാഡ് മണി, സോ ദേ ലുക്ക് ഡൗൺ ഓൺ ദ പീപ്പിൾ ഹു മെയ്ഡ് മണി. അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരാണ് പെസൻസ്, അതുപോലെ ആർട്ടിസാൻസ് ആൻഡ് മെർച്ചൻസ്. ആർട്ടിസാൻസ് എന്ന് പറഞ്ഞാൽ ദ പീപ്പിൾ ഹു മേക്ക് പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ഈ പോട്ടറി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, ദോസ് പീപ്പിൾ ആർ ആർട്ടിസാൻസ്. അങ്ങനെ ഇവരെല്ലാവരും കൂടി എന്ത് ചെയ്യും, ഈ ഒരു ട്രേഡേഴ്സ്, ഇവരോടൊന്നും ഇവർക്കൊരു വിലയില്ല. പക്ഷെ ഇവരാണ് പൈസ ഉണ്ടാക്കുന്നതും അതുപോലെ റോയൽ ഫാമിലിനെ കൂടുതൽ റിച്ച് ആക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ. ബട്ട് സ്റ്റിൽ അവർക്ക് ഈ പാവപ്പെട്ട ആൾക്കാരുടെ അടുത്തൊരു വിലയില്ല. ഇന്നത്തെ കാലത്ത് പോലെ ഒരു മിഡിൽ ക്ലാസ് എന്നുള്ള കൺസെപ്റ്റ് അന്നില്ല. യു ഈദർ ബി വെരി റിച്ച് ഓർ യു ബി വെരി പുവർ. അപ്പോൾ ഇപ്പോഴാണല്ലോ ആൾക്കാർ കുറച്ചും കൂടി ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ദർ ഇസ് വി ക്യാൻ ലിവ് ബാക്ക് ആൻഡ് ഫോർത്ത്, നമ്മൾ ടേക്ക് ഹെൽപ്പ് ആൻഡ് ഗിവ് ഹെൽപ്പ്. ആ ഒരു സിറ്റുവേഷൻ അന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിവിഷൻ ഇൻ ദ സൊസൈറ്റി വാസ് വെരി എവിഡൻറ്റ്. ഷോസേഴ്സ് ഇൻഫ്ലുവൻസ് ഇസ് സിഗ്നിഫിക്കൻറ്റ്. ഈ ഒരു കാലഘട്ടത്താണ് ഷോസറിന്റെ ഈ ഒരു മാറിയ ചിന്താഗതി വരുന്നത്. അങ്ങനെ ലേറ്റർ ജനറേഷൻസും അതിനുശേഷം വന്ന ലിറ്ററേച്ചറും ഒക്കെ എന്തായി, ഇതിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആയി. അങ്ങനെ ഷോസർ അലോങ് വിത്ത് ബൊക്കാച്ചിയോ ആൻഡ് ഡാന്റ്റെ, ഇവർ രണ്ടുപേരും വേറെ റൈറ്റേഴ്സാണ്. ഇവരുടെ ഈ 3 പേരും കൂടി എന്ത് ചെയ്തു, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ലിറ്ററേച്ചർ, അതായത് എങ്ങനെയാണ് ലിറ്ററേച്ചർ എഴുതേണ്ടത് എന്നുള്ളതും അതുപോലെ പണ്ടത്തെ റൈറ്റിംഗ് നോംസിനൊക്കെ ചാലഞ്ച് ചെയ്ത് ദേ സ്റ്റാർട്ടഡ് എ ന്യൂ ഫോം ഓഫ് ലിറ്ററേച്ചർ. അതൊരു ചെറിയൊരു ഷിഫ്റ്റ്, ലിറ്ററേച്ചർ എഴുതുന്നതിൽ നിന്നൊരു ഷിഫ്റ്റ് കൊണ്ടുവന്നത് ഇവർ 3 പേരും കൂടിയിട്ടാണ്.
പിന്നെ ഷോസേഴ്സ് ഹ്യൂമാനിസം ആൻഡ് സെക്യുലർ ഔട്ട്ലുക്ക്. 14th സെഞ്ച്വറിയിലുള്ള ഒരു റിലീജിയസ് മൈൻഡ് സെറ്റ് എല്ലാവർക്കും മീൻസ് ഒട്ടുമിക്ക എല്ലാ ആൾക്കാരും ദേ ബിലീവ്ഡ് ഇൻ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ ചേർച്ച് ആൻഡ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് എവറിത്തിങ്. പക്ഷെ എന്നാലും ദർ ഇസ് സ്റ്റിൽ എ സെറ്റ് ഓഫ് പീപ്പിൾ, അവർക്ക് വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ദേ ഹാവ് നോ ടൈം ടു ഡിവോട്ട് ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂഷന് കൊടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ റിലീജിയനുമായിട്ട് അവരുടെ ജീവിതം കെട്ടിവെക്കാൻ ദേ ഹാവ് നോ ടൈം. അവർക്ക് ജീവിക്കാനുള്ള അന്നന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓടണം. ദേ വർ ദ പുവർ പീപ്പിൾ. A key societal norm was the negotiation of individuality. അതായത് അന്ന് ഇപ്പം യു ആർ ബോൺ ടു ആൻ ആർട്ടിസാൻ ഫാമിലി, അപ്പം നിങ്ങൾ പിന്നെ ആർട്ടിസാൻ വർക്കിൽ തന്നെ ആ പ്രൊഫഷൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പം ഞാനൊരു നൈറ്റിന്റെ ഫാമിലിയിലാണ് ജനിച്ചതെന്നുണ്ടെങ്കിൽ പിന്നെ ഇനി എന്താകും, ഞാനും സ്ലോലി ഇപ്പോൾ ആൺകുട്ടികളാണെങ്കിൽ യു ഗോയിങ് ടു ബീങ് എ നൈറ്റ്. അതാണ് അതിൻ്റെ ഒരു നിങ്ങൾ എന്താണോ നിങ്ങളുടെ ഫാമിലിയിൽ എന്താണ് പ്രൊഫഷൻ ഫോളോ ചെയ്ത് വരുന്നത്, യു ബി ദാറ്റ്. അപ്പോൾ അതിൽ നിന്ന് പുറത്തേക്ക് ആലോചിക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് പുറത്ത് പോകാന്നുള്ള ഒരു ഇൻഡിവിജ്വൽ ടാലന്റ് പുറത്ത് കാണിക്കുക, ഇതിനൊന്നുള്ളൊരു സ്പേസ് ആ ഒരു 14th സെഞ്ച്വറിയിൽ ഇല്ല. അപ്പം ആൾക്കാർ ഒരു ഫാമിലി നെയിം തന്നെ പ്രൊഫഷനായിട്ട് മാറുന്ന ഒരു സ്ഥിതിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അങ്ങനെ ഈ ഒരു എന്താ പറയുക ഇൻഡിവിജ്വാലിറ്റി കാണിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി പുറത്തു വരാനുള്ള ഒരു എൻകറേജ്മെന്റ് ഒന്നും സൊസൈറ്റിയിൽ നിന്ന് ഒരിക്കലും ഉണ്ടായിരുന്നില്ല. എല്ലാവരും ദേ ഹാവ് ടു സ്റ്റിക്ക് ടു ദ ട്രഡീഷൻ. എങ്ങനെയായിരുന്നോ നമ്മുടെ പഴയ ആൾക്കാർ ഈ കമ്മ്യൂണിറ്റിനെ വാർത്തെടുത്തത് അതുപോലെ തന്നെ നിൽക്കണം. ആ ഒരു ട്രഡീഷൻ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല. ദാറ്റ് വാസ് ഹൗ ലോട്ട് ഓഫ് പീപ്പിൾ ബിലീവ്ഡ്. ഓവർ ടൈം പിന്നെ എന്തായി, പീപ്പിൾ എല്ലാവർക്കും ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ തുടങ്ങി. ബാക്കിയുള്ള ആൾക്കാരുടെ പേഴ്സണൽ എക്സ്പീരിയൻസസ് അറിയാനും അതുപോലെ ലിറ്ററേച്ചർക്ക് കുറച്ചും കൂടി വൈഡായി വന്നപ്പോൾ അവർക്ക് ഇങ്ങനെ കുറേ എക്സ്പീരിയൻസസ് കിട്ടി വായിക്കുന്നതിലൂടെ. അങ്ങനെ മെല്ലെ മെല്ലെയാണ് ഈ ഒരു റിലീജിയൻ എന്നുള്ളൊരു സ്ട്രോങ് ചിന്താഗതിയിൽ നിന്ന് മെല്ലെ ഒരു സെക്യുലർ തിങ്കിങ്ങിലേക്ക് ആൾക്കാർ പോകുന്നത്. അതായത് എങ്ങനെയാണ് നമുക്ക് അങ്ങനെ റിലീജിയനെ തള്ളി പറയാതെ തന്നെ നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വാലിറ്റിയും പുറത്ത് കാണിക്കാന്ന് സ്ലോലി ഓവർ ടൈം ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങി. ഈ ഒരു സെക്യുലർ ഷിഫ്റ്റ് റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അത്യാവശ്യം ഒരു വലിയൊരു അടിയായിരുന്നു. കാരണം ആൾക്കാർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഈ പ്രീസ്റ്റുകൾ അതുപോലെ വലിയ എന്താണ് ക്രിസ്ത്യാനിറ്റിയിൽ അത്യാവശ്യം നല്ല പവറിലിരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലോ ചേർച്ചിലൊക്കെ, ഇവരൊക്കെ എങ്ങനെയാണ് ഹിപ്പോക്രൈറ്റ്സ് ആയത്, അതായത് ഇവരെങ്ങനെ ആൾക്കാരെ പറ്റിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയത് അപ്പോഴാണ്. അതുവരെ എന്താണോ ആ പള്ളിയിലെ അച്ഛൻ പറയുന്നത് അത് വിശ്വസിച്ച് അതിന് തിരിച്ച് ചോദ്യം ഒന്നും ചെയ്യാതെ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാരാണ്, ഒരു സൊസൈറ്റിയാണ്. മെല്ലെ മെല്ലെ അവർ ചോദ്യം ചെയ്യാൻ തുടങ്ങിയതും അവരുടെ റൈറ്റുകൾ എന്താണെന്നൊക്കെ അവർക്ക് തിരിച്ചറിയാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് മെല്ലെ മെല്ലെ പൊടിയാൻ സ്റ്റാർട്ട് ചെയ്തു. ഈ ഒരു കാര്യമാണ് ഷോസർ എന്ത് ചെയ്യുന്നത്, ദ കാന്റർബറി ടേൽസിൽ റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് ഓരോ സെറ്റ് ഓഫ് ആൾക്കാരും അവരുടെ കാര്യങ്ങളും കഥകളും പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവും, ഒരു റിച്ച് ആള് അയാളുടെ കഥ പറയുമ്പോൾ അവരുടെ സൊസൈറ്റി എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും. അതുപോലെ പുവർ ആള് പറയുമ്പോൾ അവരുടെ സൊസൈറ്റിയും എക്സ്പീരിയൻസും എങ്ങനെയാണ്. ആ ഒരു വാസ്റ്റ് ഡിഫറൻസ് എല്ലാം കൂടിയും എല്ലാവരും ഒന്നാണ്, എന്നാൽ വി ഓൾ ഹാവ് വൈഡ് ഡിഫറെന്റ് സെറ്റ് ഓഫ് എക്സ്പീരിയൻസസ് ടു ഷെയർ എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അത് വി ആർ ഓൾ എ പാർട്ട് ഓഫ് സൊസൈറ്റി. മൊത്തം എർത്ത് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ വി ആർ ഓൾ സൊസൈറ്റി. അങ്ങനെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ പല പല ആൾക്കാർ കൂടെ ഉണ്ടാവും. ആ ഒരു ചെറിയ സൊസൈറ്റിന്റെ ഡെപിക്ഷനാണ് കാന്റർബറി ടേൽസ്. അങ്ങനെ ഇത് വായിക്കുന്നതോടുകൂടി എന്ത് മനസ്സിലാകും, നമ്മുടെ വി ക്യാൻ സ്റ്റാർട്ട് വ്യൂയിങ് ദ വേൾഡ് ഒരു ഡിഫറെന്റ് ലെൻസിലൂടെ നമുക്ക് ലോകത്തിനെ കാണാൻ പറ്റും. അതായത് നമ്മൾ ബ്ലൈൻഡ് ട്രഡീഷൻ ഫോളോ ചെയ്യുന്നതിന് പകരം നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ളൊരു ത്വര വരും. അതായത് എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പം ചോദിച്ച് നമ്മളോട് എന്തെങ്കിലും അനുസരിക്കാൻ പറഞ്ഞാൽ വൈ, ആ ഒരു ക്വസ്റ്റ്യൻ എബിലിറ്റി ഉണ്ടല്ലോ, വൈ അത് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, ആ ഒരു ക്വസ്റ്റ്യൻ എബിലിറ്റിയാണ് മെല്ലെ മെല്ലെ ആൾക്കാരിൽ ഉണ്ടായി തുടങ്ങിയത്. ഈ ഷോസറിന്റെ എറ പ്രോംപ്റ്റഡ് കീൻ ഒബ്സർവേഴ്സ്. അതായത് ട്രഡീഷണൽ റിലീജിയൻ ഫോളോ ചെയ്യുന്നതിന് പുറമെ എങ്ങനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം, ബാക്കിയുള്ള സൊസൈറ്റി എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം, അതുപോലെ നമ്മൾ എങ്ങനെ ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ മൊറാലിറ്റി ഫോം ചെയ്യണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെയധികം ഒബ്സർവൻസ് ആൾക്കാരിൽ കൂടിയ ഒരു സമയമാണ് ഈ ഷോസറിന്റെ എറ. ഷോസറിന്റെ റൈറ്റിങ്ങും അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഷിഫ്റ്റിന് കാരണമായിട്ടുണ്ട്. കാരണം എവറിഡേ ആൾക്കാർക്ക് വായിച്ചാൽ, അതായത് നമ്മളെല്ലാ ആൾക്കാർക്കും സാധാരണക്കാർക്ക് പോലും വായിക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് ആയിരിക്കില്ല നമ്മൾ റോയൽ കോർട്ടിൽ യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ലാംഗ്വേജിലെ ഡിഫറൻസ് ഒക്കെ ഷോസറിന്റെ റൈറ്റിങ്ങിൽ ഉണ്ടായിരുന്നു. എല്ലാ ആൾക്കാർക്കും മനസ്സിലാവുന്ന രീതിക്കായിരുന്നു ഷോസർ എഴുതിയത്. ഷോസറിന്റെ ലാംഗ്വേജ് ഇൻ ഹിസ് mature works, especially the Canterbury Tales, was deeply rooted in the local idiom. അതായത് ലോക്കൽ വെർനാക്കുലർ ലാംഗ്വേജ് ഉണ്ടല്ലോ,
കോമൺ പീപ്പിൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഇംഗ്ലീഷിലാണ് കാൻറ്റർബറി ടെയിൽസ് ഒക്കെ എഴുതിയത്. അപ്പോൾ എവറിബഡി ക്യാൻ റിലേറ്റ് ടു ഇറ്റ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി വായിക്കുമ്പോൾ അവരുടെ സ്പീച്ചിനെ റിഫ്ലക്റ്റ് ചെയ്ത് കാണുമ്പോൾ ഇറ്റ് ഈസ് മച്ച് എന്താണ് ഈസിയർ ഫോർ പീപ്പിൾ ടു റിലേറ്റ്. ഷോസറിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഇൻ കോർട്ട്ലി ലൈഫ്, ഡിപ്ലോമസി ആൻഡ് ട്രാവൽ ഗേവ് ഹിം എ നുവാൻസ്ഡ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹ്യൂമൻ നേച്ചർ. ഇത്രയും അധികം ക്യാരക്ടറിന്റെ ലെയർ കൊടുക്കാനും അതുപോലെ ആൾക്കാരെ എംപതിയോടെ മനസ്സിലാക്കാനൊക്കെ വാട്ട് വർ ദ തിങ്സ് ദാറ്റ് ഹെൽപ് ഹിം. വൺ വാസ് ഹിസ് കോർട്ട്ലി ലൈഫ്, അപ്പം ആ റിച്ച് അരിസ്റ്റോക്രാറ്റിക് ലൈഫ് മനസ്സിലാക്കാൻ സഹായിച്ചു. പിന്നെ ഹി വാസ് ഡിപ്ലോമസി, അതായത് പല ടൈറ്റിലുകൾ ചോസറിന് കിട്ടിയത് നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ഹി ഹാഡ് എൻ എന്താ പറയുക, റിച്ച് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം ട്രാവൽ ചെയ്യാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇത് മൂന്നും കൂടിയാണ് എന്ത് ഷോസറിന്റെ പേഴ്സണൽ ലൈഫ് ഷേപ്പ് ചെയ്തത്. അതുപോലെ ബാക്കിയുള്ള ലാംഗ്വേജസ് പഠിക്കാനും അതുപോലെ ഒരു ഡൈവേഴ്സ് ആൾക്കാരെ കണ്ടാൽ അവരുടെ ലാംഗ്വേജ് എങ്ങനെയാണെന്നും അവരുടെ ഇമോഷൻസും ക്യാരക്ടേഴ്സും ഒക്കെ വളരെയധികം ആ ഒരു ഹ്യൂമൻ നേച്ചറിന്റെ കോംപ്ലെക്സിറ്റി ഉണ്ടല്ലോ, അത് ഇറ്റ് വാസ് വൺ ഓഫ് ദ തിങ്സ് ദാറ്റ് ഹി കുഡ് ലേൺ ഫാസ്റ്റ്. അങ്ങനെ ഒരാളുടെ ഡിവോഷൻ ടു ഗോഡ് ആവാം, അല്ലെങ്കിൽ അവരുടെ ഹിപ്പോക്രസി ആവാം, അവരുടെ എന്ത് ക്യാരക്ടറും ആയാലും അതൊക്കെ ആ ഒരു ക്യാരക്ടർ പഠിക്കുക എന്നുള്ളത് ഇറ്റ് വാസ് വെരി ഈസി ഫോർ ഷോസർ. കാരണം അത്രയും അധികം എന്താ പറയുക, ഹി വാസ് വെരി ഇൻവോൾവ്ഡ് വൈൽ ഡൂയിങ് ഇറ്റ്. Writing in English allowed Chaucer to engage directly with the people around him. ഈ ഇംഗ്ലീഷിൽ എഴുതുന്നതുകൊണ്ട് എന്താ ഗുണം, ചുറ്റുമുള്ള ആൾക്കാരും ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിക്കുന്നത്. സോ ഹി കുഡ് എൻഗേജ് വിത്ത് ദം ഓൺ എ ഡെയിലി ബേസിസ്. ഇപ്പം ഫ്രഞ്ചിലും ഇറ്റാലിയനിലും എഴുതിയാൽ ഇറ്റ് ഇസ് നോട്ട് ആസ് ഈസി ഫോർ ദ കോമൺ ഇംഗ്ലീഷ് മാൻ ടു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ കോമൺ പീപ്പിളിന് മനസ്സിലാവുന്ന രീതിക്ക് എഴുതി തുടങ്ങിയപ്പോൾ ഷോസർ നമ്മളിടയിൽ ഒരാളായിട്ട് എല്ലാ ആൾക്കാർക്കും തോന്നി തുടങ്ങി. ഈ ഒരു എഫേർട്ട് തന്നെ എന്തായി, ഷോസറിന്റെ എഫേർട്ട് മെല്ലെ മെല്ലെ എല്ലാ ആൾക്കാരും ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ ഇംഗ്ലീഷിനെ ഒരു നാഷണൽ ലാംഗ്വേജ് ആയിട്ട് മാറ്റാനും ഇതാണ് കാരണം ഉണ്ടായത്. ഷോസേഴ്സ് യൂസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ലിറ്ററേച്ചർ ഹെൽപ് എസ്റ്റാബ്ലിഷ് ദ ലാംഗ്വേജ്. ഇങ്ങനെ ഒരു ഫ്രഞ്ചിലും ഇറ്റാലിയനിലും ഒക്കെ എഴുതുന്നതിന് പകരം കോമൺ പീപ്പിളിന് അണ്ടർസ്റ്റാൻഡിങ് കൈൻഡ് ഓഫ് ലാംഗ്വേജിൽ എഴുതിയതോടെ എന്തായി, ഹിസ് യൂസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ലിറ്ററേച്ചർ ആ ലാംഗ്വേജിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് തന്നെ കാരണമായി മാറിയായിരുന്നു. Intertwining of society and literature. The Black Death and labor shortages. Black Death is the great plague. പണ്ട് ഡ്യൂറിങ് ദിസ് സെഞ്ചുറി ഒരു ബ്ലാക്ക് ഡെത്ത് എന്ന് പറഞ്ഞത് ആ ഒരു പ്ലേഗിനായിരുന്നു പറയുന്നത്. ഒരു വലിയ പ്ലേഗ് വരികയും അതുപോലെ there were a lot of people dead. മിക്ക ആൾക്കാരും ഈ പ്ലേഗ് വരുന്നതും ഒക്കെ എല്ലാവർക്കും വരുന്നുണ്ട്, ബട്ട് റിച്ച് പീപ്പിൾ കുഡ് ട്രീറ്റ്. പക്ഷെ പാവപ്പെട്ട ആൾക്കാർക്ക് എന്താ വരുന്നത്, ദേ കുഡ് നോട്ട് ഗോ ഫോർ ദ ട്രീറ്റ്മെന്റ്. അങ്ങനെ ഈ ഒരു ഇൻഫെക്ഷ്യസ് ഫീവർ വന്നിട്ട് കുറേ ആൾക്കാർ ഒരുമിച്ച് മരിക്കുകയായിരുന്നു. ഇറ്റ് വാസ് കോസ്ഡ് ഫ്രം റോഡൻസ്. ഈ എലികളിൽ നിന്ന് വന്നിട്ടുള്ളൊരു എന്താ പറയുക ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു ഈ ഫീവറിന് കാരണമായത്. അങ്ങനെ ഒരുപാട് ആൾക്കാർ മരിച്ചു. അതുപോലെ അപ്പോൾ ഇങ്ങനെ മരണത്തിന്റെ കാരണമായപ്പോൾ തന്നെ എന്തായി, ലേബേഴ്സ് ഒക്കെ കുറഞ്ഞു. അങ്ങനെ നല്ലപോലെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഇക്കോണമിയിൽ ഇങ്ങനെ ഒരു ബ്ലാക്ക് ഡെത്ത് വന്നതോടുകൂടെ മൊത്തം തകിടം മറിഞ്ഞു. അതായത് ലാൻഡ് ഓണേഴ്സിന് പിന്നെ അവർക്ക് അവരുടെ ലാൻഡ് ഉണ്ടെങ്കിലും അതിൽ പണിയെടുക്കാൻ ആൾക്കാരില്ല. ലേബേഴ്സ് ഒക്കെ കുറേ പേര് മരിച്ചുപോയി. അങ്ങനെ ഒരു അവരുടെ രാജ്യത്തുള്ള കുറേ ആൾക്കാർ മരിച്ചുപോയി. അതിനുശേഷമാണ് ഈ ഒരു പെസൻസ് റിവോൾട്ട് ഓഫ് 1381 സ്പാർക്ഡ് ബൈ ആൻ അൺപോപ്പുലർ പോൾ ടാക്സ്. അങ്ങനെ ഈ ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഇടയിൽ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ ലാൻഡ് ഓണേഴ്സും ഒക്കെ എന്ത് ചെയ്തു, ദേ സ്റ്റാർട്ടഡ് ഗോയിങ് ടുവേർഡ്സ് ദ റോയൽ ഫാമിലി. പിന്നീട് നമ്മൾ ഈ ഗവൺമെന്റിനെ കുറ്റം പറയുന്ന പോലെ അവര് ഈ റോയൽ ഫാമിലിനെ കുറ്റം പറയാൻ തുടങ്ങി. അങ്ങനെ ഈ റോയൽ ഫാമിലിക്ക് ഇതിന് ഒന്നും കൊടുക്കാനില്ലല്ലോ. ദേ ഹാഡ് ഇതൊരു എന്താ പറയുക നാച്ചുറൽ ഡിസാസ്റ്റർ ആണ്. അപ്പം അതിന് പകരം വെച്ചിട്ട് ദേ ഹാഡ് നത്തിങ് ടു ഗിവ്. അങ്ങനെ ഒരു പെസൻസ് റിവോൾട്ടും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ പെസൻസ് എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോളോ ചെയ്തിട്ട് വാട്ട് ദേ വാണ്ടഡ് വാസ് ദേ വർ ആംഗ്രി. എന്ന് വെച്ചാൽ ഇവർക്ക് ഈ ആൾക്കാർക്ക് കൊടുക്കാൻ പൈസ ഇല്ല. ഇവർക്ക് കുറച്ച് പണിക്കാർ വന്നാൽ തന്നെ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഇല്ല. അപ്പം അതുപോലെ തന്നെ ഇവരെന്ത് ചെയ്തു, സ്റ്റാർട്ടഡ് എ പോൾ ടാക്സ്. അതായത് ഈ പെസൻസ് എല്ലാവരും കൂടി ദേഷ്യപ്പെട്ട് റിവോൾട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു പോൾ ടാക്സിന്റെ പേരിലാണ്. ഈ റോയൽ ഫാമിലി ഒരു പോൾ ടാക്സ് എന്നുള്ള രീതിക്ക് ഈ ലാൻഡ് ഓണേഴ്സിന്റെ അടുത്ത് നിന്ന് ടാക്സ് പഠിക്കാൻ തുടങ്ങി. ഈ ലാൻഡ് ഓണേഴ്സ് തന്നെ പൈസ ഇല്ലാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ദേ കുഡ് ഈ ഒരു ചേഞ്ച് വേണമെന്ന് ഓവർ ടൈം കുറെ റോയൽ ഫാമിലിയുടെ അടുത്ത് പറഞ്ഞെങ്കിലും ദർ വാസ് നോ ചേഞ്ച് ഓഫ് വാട്ട്സ് എവർ. അങ്ങനെയാണ് ഈ ഒരു റിവോൾട്ട് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഈ റിവോൾട്ട്, ബ്ലാക്ക് ഡെത്ത്, ലേബർ ഷോർട്ടേജ് ഇതെല്ലാം കൂടിയും ആ ഒരു സമയത്തുള്ള റോയൽ ഫാമിലിന്റെ
സ്ഥിരത തന്നെ ഇല്ലാതാക്കി. അങ്ങനെ ഈ റിവോൾട്ടിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്തു. അതായത് സോഷ്യൽ ഹൈറാർക്കിനെ പറ്റി, അതായത് എന്തിനാണ് നിങ്ങളൊരു വിഭാഗം മാത്രം അരിസ്റ്റോക്രാറ്റിക് ആയിട്ട് നിൽക്കുന്നത്, എല്ലാ മനുഷ്യന്മാരുടെയും ലൈഫ് ഒരേപോലെ അല്ലേ എന്നുള്ളൊക്കെ ഫേമസ് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിലൊരു ഫേമസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, വെൻ ആഡം ഡെൽവ്ഡ് ആൻഡ് ഈവ് സ്പാൻ ഹു വാസ് ദെൻ എ ജെന്റിൽമാൻ. അതായത് നമ്മുടെ ആഡം ആൻഡ് ഈവിന്റെ സ്റ്റോറിയിൽ ആഡം അത് കഴിച്ചു, ഈവ് ആണ് അതിന് എന്താണെങ്കിൽ കഴിച്ചു നോക്കുക എന്നുള്ളൊരു ഇത് കൊടുത്തത്. എന്താ പറയാ, ലൈക്ക് ഷി വാസ് വൺ ഹു സെഡ് ഹിം, ഒരു ഓഫർ ചെയ്തത് എന്താണ്, യു ട്രൈ ഈറ്റിംഗ് ഇറ്റ് എന്നുള്ളൊരു ഓഫറിങ് കൊടുത്തത് ഈവായിരുന്നു. ബട്ട് സ്റ്റിൽ ഇവർ രണ്ടുപേരും കഴിച്ചിട്ട് രണ്ടുപേരും എന്താണ് കുറ്റക്കാരായിട്ട് ലോകത്തേക്ക് ഇറങ്ങി വന്നപ്പോഴും അതിൽ ആരാണ് നമുക്ക് കുറ്റക്കാരനായിട്ട് കൺസിഡർ ചെയ്യുക, വാസ് ഇറ്റ് ആഡം ഓർ ഈവ്? അപ്പൊ ഇവർ രണ്ടുപേരും ഒരേ എന്താണ് നിലവാരമുള്ള ആൾക്കാരായിരുന്നു. ഇപ്പൊ ഇങ്ങനെ അരിസ്റ്റോക്രാറ്റിക് അല്ലെങ്കിൽ പുവർ പീപ്പിൾ ഒന്നും പറയാനില്ലല്ലോ. അപ്പൊ ഇങ്ങനെ രണ്ട് വിഭാഗം ആൾക്കാരും ഒരേപോലെ തന്നെ ഉണ്ടായിരുന്ന ആൾക്കാരിൽ നിന്നാണ് ബാക്കി എല്ലാവരും ഉണ്ടായത്. സോ ഹൗ, എങ്ങനെയാണ് പിന്നെ ഇത്രയും ഒരു ഡിവിഷൻ സൊസൈറ്റിയിൽ ഉണ്ടായത്? അങ്ങനെ റിവോൾട്ട് ലീഡേഴ്സ് എല്ലാവരും കൂടി എന്ത് ചെയ്തു, ഗവൺമെന്റിന്റെ പ്രശ്നങ്ങൾ, അവരെങ്ങനെ പ്രോപ്പർലി ഗവൺമെന്റ് റൂൾ ചെയ്യുന്നില്ല, അവരെങ്ങനെയാണ് ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം റിവോൾട്ട് ലീഡേഴ്സ് ക്രിട്ടിസൈസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ ഒരു ഷിഫ്റ്റിലാണ് ഒരുപാട് ആൾക്കാർക്ക് സോഷ്യൽ അവയർനെസ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും എന്ത് മനസ്സിലായി, ഓക്കെ ഇങ്ങനെയും പ്രശ്നങ്ങൾ ഈ സൊസൈറ്റിയിൽ നടക്കുന്നുണ്ടെന്നുള്ള വെരി പുവർ ആൾക്കാർക്ക് വരെ, കോമൺ മാനിന് വരെ മനസ്സിലായി. അങ്ങനെ ബ്ലാക്ക് ഡെത്ത് ഓൾസോ റെഡ്യൂസ് ദ നമ്പർ ഓഫ് ക്ലർജി ലീഡിങ് ടു എ ഡിക്ലൈൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് പാരിഷ് പ്രീസ്. ക്ലർജി എന്ന് പറഞ്ഞാൽ ഈ ക്ലർജിമെൻ, അതായത് ചേർച്ചിന്റെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആൾക്കാരാണ്. അപ്പൊ അതിലും ഒരു റിഡക്ഷൻ വന്നു ഈ പ്ലേഗ് ഒക്കെ വന്നതോടുകൂടി. അങ്ങനെ ഈ പ്രീസ്റ്റുകളുടെ ആൾക്കാർ നമ്പർ കുറഞ്ഞു തുടങ്ങി. അങ്ങനെ എന്തായി, ഒരു മൊറാലിറ്റി പോലും ആ ഒരു സൊസൈറ്റിയിൽ പിടിച്ചു നിർത്താൻ ആൾക്കാരില്ലാത്തൊരു സ്ഥിതിയിലേക്കാണ് ആ പ്ലേഗിന് ശേഷം പോയത്. ലൈക്ക് വൈൽ മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ ക്രിസ്ത്യാനിറ്റി വിശ്വസിക്കുന്ന മോസ്റ്റ് ഓഫ് ദി പീപ്പിൾ അതിന് വലിയ ക്വസ്റ്റ്യനിങ്ങും അങ്ങനെയൊന്നും തുടങ്ങിയില്ലെങ്കിൽ പോലും ഒരു കൂട്ടം വിഭാഗം എന്തായിരുന്നു, ദേ സ്റ്റാർട്ടഡ് ക്വസ്റ്റ്യനിങ് ക്രിസ്ത്യാനിറ്റി. അതായത് ഇങ്ങനെയൊക്കെ പ്ലേഗും അതുപോലെ കുറെ റിവോൾട്ടും എല്ലാം വന്നിട്ടും വൈ, എന്തുകൊണ്ട്, ദൈവത്തിന് എല്ലാ കഴിവുണ്ടെങ്കിൽ എങ്ങനെയാണല്ലോ ഒരു നാച്ചുറൽ ഡിസാസ്റ്റർ വരുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർ, നല്ല വിശ്വാസമുള്ള ആൾക്കാർ, അവരതിനെ ചോദ്യമൊന്നും ചെയ്യില്ല. പക്ഷെ ഒരു വിഭാഗം ഒബ്വിയസ്ലി ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഈ ഒരു കൈൻഡ് ഓഫ് ഹിപ്പോക്രസിയും അതുപോലെ ക്ലർജി ആൾക്കാരുടെ അവർ ഉണ്ടല്ലോ പറ്റിക്കുമല്ലോ, നോർമൽ പീപ്പിളിനെ പറ്റിക്കാൻ ഏറ്റവും നല്ലൊരു വിഭാഗം ആൾക്കാർ എന്ന് പറയുന്നത് ഈ ക്ലർജി പീപ്പിൾ തന്നെയായിരുന്നു അന്നത്തെ കാലത്ത്. അപ്പം ഈ മോങ്സ് അതുപോലെ ഫ്രയോസ് ഇവരൊക്കെ ഓരോ പറ്റിക്കലുകൾക്ക് ഇരയാകുന്ന ആൾക്കാരൊക്കെ കഥകളാണ് ഈ കാന്റർബറി ടേൽസിലൂടെ മനസ്സിലാകുന്നത്. അപ്പൊ ചോസർ ഈ കാന്റർബറി ടേൽസിൽ അത് പറയാനുള്ള കാരണം എന്താ, ഈ ഫ്രയേഴ്സ്, അതായത് കാത്തലിക് ചേർച്ചിലെ ഒരു വിഭാഗം ആൾക്കാരാണ്. അങ്ങനെ ഈ ഫ്രയേഴ്സും അതുപോലെ തന്നെ മോങ്സും ഒക്കെ ആൾക്കാരെ പറ്റിക്കുന്നുണ്ട് റിയൽ ലൈഫിൽ. അപ്പൊ ഇത് ഒരു സ്റ്റോറിയിലൂടെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് കാന്റർബറി ടേൽസിൽ ഒരു പാർട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. The clergy's failure to address the suffering of the common people, along with the rise of corrupt religious figures, is a recurrent theme in Chaucer's work. ചോസറിന്റെ വർക്കിൽ വേറൊരു റെക്കറന്റ് തീം എന്താണെന്ന് വെച്ചാൽ, ഈ അരിസ്റ്റോക്രാറ്റിക് പീപ്പിൾ പുവർ പീപ്പിളിനെ ഹെൽപ്പ് ചെയ്യില്ല. അങ്ങനെ ഈ കോമൺ പീപ്പിൾ ഒരുപാട് സഫർ ചെയ്യും. അതിൽ തന്നെ എന്താകും, ഈ റിലീജിയസ് കോൺഫ്ലിക്റ്റും കൂടി ഇൻക്രീസ് ചെയ്തു വരും. ഇങ്ങനത്തെ ഒരു തീം മിക്ക ചോസറിന്റെ വർക്കിലും ഉണ്ടാവാറുണ്ട്. ആഫ്റ്റർ ദ ബ്ലാക്ക് ഡെത്ത് one more thing happened, the famine of 1340s. famine എന്ന് പറഞ്ഞാൽ ഫുഡ് ഇല്ലാതായ, there was a situation, shortage of food. അങ്ങനെ എന്തായി, ആൾക്കാർ ഒരുപാട് പ്ലേഗ് വന്ന് മരിച്ചു. പിന്നെ there was a labor shortage, പിന്നെ there was a revolt, അതിനുശേഷം there was also a famine. അങ്ങനെ രണ്ട് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് അടിക്കടി വന്നപ്പോൾ അവ മൊറാലിറ്റി നഷ്ടപ്പെടാൻ തുടങ്ങി ആ കൂട്ടം ആൾക്കാരുടെ. ആ സൊസൈറ്റിയിൽ നിന്ന് പിന്നെ ഒബ്വിയസ്ലി ആൾക്കാർ എന്ത് ചെയ്തു, ഗോഡിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ഗോഡ് ശരിക്കും ഉള്ളതാണോ, ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തിനാ ആൾക്കാർ ഇങ്ങനെ നാച്ചുറൽ ഡിസാസ്റ്ററിലൂടെ ഇടണം, അങ്ങനെ പല ക്വസ്റ്റ്യനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തായി, ഒരു മോറൽ ഡിക്ലൈനിന് കാരണമായി തുടങ്ങി. അങ്ങനെ ഈ കാന്റർബറി ടേൽസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ കാണാൻ പറ്റും ഈ റിലീജിയസ് ആൾക്കാർ, അതായത് കറക്റ്റ് അപ്പോഴും ഗോഡിനെ ഒന്നും ചോദ്യം ചെയ്യാത്ത ഒരു വിഭാഗം റിലീജിയസ് പീപ്പിൾ ഉണ്ടല്ലോ, അവരും അതുപോലെ നമ്മുടെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ്, ഒരു ഗ്യാപ്പ് ഈ ചോസർ ക്യാരക്ടർ പോർട്രേയിലൂടെ കാണിക്കുന്നുണ്ട്. പല ക്യാരക്ടേഴ്സിലൂടെയും ചോസർ ഇത് കാന്റർബറി ടേൽസിലൂടെ കാണിക്കുന്നുണ്ട്. Chaucer's work serves as both social commentary and literary entertainment.
ഷോസറിന്റെ വർക്ക് പ്യുവർ ഒരു എന്താ പറയുക ഫിക്ഷൻ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് എന്നതിന് ഉപരി ഹി ഓൾസോ മേഡ് ഇറ്റ് എ പോയിന്റ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒരു കോമന്ററി ആയിട്ടും കൂടി ഇത് യൂസ് ചെയ്യണം. കാരണം ഒരു 14th സെഞ്ചുറി ഇംഗ്ലീഷ് സൊസൈറ്റി എന്ന് പറയുന്നത് അത്രയും എക്സ്പോജർ ഇല്ലാത്ത സൊസൈറ്റിയാണ്. അവർക്ക് എങ്ങനെ ഡിഫറൻസ് കൊണ്ടുവരാമെന്ന് അവർക്ക് വല്ല ഐഡിയ ഇല്ല. അപ്പോൾ ഈ ഒരു വിഭാഗം ആൾക്കാരിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ലിറ്ററേച്ചറാണ് വഴിയെന്ന് ഷോസറിന് മനസ്സിലായി. അങ്ങനെ ഒരു സൊസൈറ്റിക്കുള്ള ചില കോമന്ററിയും കൂടി അയാളുടെ വർക്ക്സിൽ ഇൻക്ലൂഡ് ചെയ്യായിരുന്നു. ആൻഡ് ഒബ്വിയസ്ലി ലിറ്ററേച്ചർ ഒരു എന്റർടൈൻമെന്റ് ആയിട്ട് കൂടി ഷോസർ കൺസിഡർ ചെയ്തിരുന്നു. അയാളുടെ ക്യാരക്ടേഴ്സ്, അതായത് ഹിസ് ആക്ഷൻസ്, സ്പീച്ച്, ഇതെല്ലാം വളരെ പോയിന്റിങ് ടൈമിലാണ്. അതായത് ആ ഒരു കഥ വായിക്കുമ്പോൾ, ലിറ്ററേച്ചർ നമുക്ക് വായിക്കുമ്പോൾ വി അണ്ടർസ്റ്റാൻഡ് ഹൗ എല്ലാം, അതായത് ഈ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ബന്ധമായാലും അവർ തമ്മിലുള്ള ആക്ഷൻ, ഹൗ ദേ എന്താ പറയുക, അവരുടെ ഒരു ഡയലോഗ് ഡെലിവറി, ഇതെല്ലാം നമ്മൾ നോക്കുമ്പോഴും ഇറ്റ് റിഫ്ലെക്ട്സ് ദ സിനിസിസം ആൻഡ് മോറൽ ഡീകേ ഓഫ് ദ ടൈം. ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജനറൽ ആറ്റിറ്റ്യൂഡ്, അതായത് തമ്മിൽ പോലും ഒരു വലിയ യുനോ എല്ലാവരെയും വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല, ഇന്നുമല്ല. ബട്ട് ആ ഒരു 14th സെഞ്ചുറി വാസ് വെരി ബാഡ്. കാരണം അരിസ്റ്റോക്രാറ്റിക്സ് ആണെങ്കിൽ പോലും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാരൊക്കെ വെച്ച് ഓൾ ദേ വെറിഡ് അബൌട്ട് വാസ് വെൽത്ത്. അവനവന്റെ വെൽത്തിനെ പറ്റി മാത്രം വെറി ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പ് ഇല്ലായ്മ, ഒരു ട്രസ്റ്റ് ഇല്ലായ്മ, ഇങ്ങനെ ഒരു മൊറാലിറ്റീന്റെ മൊത്തത്തിൽ ആ ഒരു സൊസൈറ്റിയിൽ തന്നെ ഒരു മൊറാലിറ്റി കുറഞ്ഞു വരിക, ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമ്മളെ ഷോസറിന്റെ വർക്ക്സിൽ ആ ക്യാരക്ടർ പോർട്രേയിൽ ഇറ്റ് വാസ് വെരി എവിഡന്റ്. അപ്പോൾ എന്താണ്, റൂറൽ ലൈഫ് മാത്രമല്ല അർബൻ ലൈഫും അതുപോലെ ആ ഒരു ഹിസ്റ്ററി ആസ് ഇറ്റ് ഇസ്. ഇപ്പൊ നമ്മൾ ഷോസറിന്റെ ഒരു വർക്ക് എടുത്താൽ ആ ടൈം പീരീഡിൽ എങ്ങനെയാണ് ആൾക്കാർ ജീവിച്ചത് എന്നുള്ളത് ആ ഷോസറിന്റെ ക്യാരക്ടേഴ്സിലൂടെ നമുക്ക് മനസ്സിലാവും. Chaucer's humanistic outlook, social critique, and vivid characterizations continue to resonate with readers across centuries. 14th century to the 21st century. ഇപ്പൊ നമ്മൾ വായിക്കുമ്പോൾ പോലും അക്രോസ് സെഞ്ചുറീസ് വി അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, അന്നത്തെ കാലത്ത് എങ്ങനെയായിരുന്നു ആൾക്കാർ ജീവിച്ചിരുന്നത്, അതുപോലെ ഹൗ ക്യാരക്ടേഴ്സ് വർ വിത്ത് ഈച്ച് അതർ, ആ ഒരു സൊസൈറ്റി എങ്ങനെ വർക്ക് ചെയ്തിരുന്നത്, എല്ലാം നമുക്ക് ഷോസറിന്റെ വർക്ക്സിലൂടെ വി അണ്ടർസ്റ്റാൻഡ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഷോസേഴ്സ് ആർട്ട് ആൻഡ് വിഷൻ. ഇന്നും ഷോസറിന്റെ വർക്ക് വായിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും റിലേറ്റബിൾ ആണ്. വൈ ഇസ് ഇറ്റ് സോ? ബിക്കോസ് ഷോസർ ആ ഒരു കാലഘട്ടത്തിനെ അതേപടി മനസ്സിലാക്കിയിട്ട്, ലൈക്ക് സൊസൈറ്റിയിലുള്ള എല്ലാ വിഭാഗം ആൾക്കാരെയും ഒരേപോലെ ആക്സെപ്റ്റ് ചെയ്ത് ഒരേപോലെ എംപത്തിയോടെ മനസ്സിലാക്കിയിട്ടാണ് എഴുതിയത്. അതുകൊണ്ട് തന്നെ ഇപ്പം ബീറ്റ് കാൻറ്റർബറി ടെയിൽസ്, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വി ഹാവ് ടു ലേൺ അബൌട്ട് ഡോക്ടർ ഫോസ്റ്റസ്, അങ്ങനെ ഷോസറിന്റെ വർക്ക്സ് ഒക്കെ വായിക്കുമ്പോൾ ഇന്നത്തെ ആൾക്കാരും അന്നത്തെ ആൾക്കാരും തമ്മിൽ വലിയ ഡിഫറൻസസ് ഒന്നുമില്ല, എക്സെപ്റ്റ് വി ഹാവ് എ ലോട്ട് ഓഫ് എന്താ പറയുക ഹിസ്റ്ററി ഇൻ ബിറ്റ്വീൻ. ഇതുപോലെ ചെറിയ ചേഞ്ചസ് വരുത്താൻ ഒരുപാട് ആൾക്കാർ 14th സെഞ്ചുറിന്റെയും 21st സെഞ്ചുറിന്റെയും ഇടയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസും റൈറ്റ്സും ഇറ്റ്സ് ഡിഫറെന്റ് ഫ്രം വെൻ ഷോസർ ലിവ്ഡ്. In Canterbury Tales, each pilgrim's tale and manner of storytelling reflects their background, education and social role. അപ്പം ഓരോ പിൽഗ്രിമിന്റെ കഥ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാകും, അതായത് അയാളുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ്, അയാൾ വളർന്ന സ്ഥിതി എങ്ങനെയാണ്, അയാൾക്ക് എന്ത് എഡ്യൂക്കേഷൻ കിട്ടി, അതുപോലെ ഒരു സൊസൈറ്റിയിൽ അയാളുടെ റോൾ എന്താണ്. അപ്പോൾ ഓരോ പിൽഗ്രിമിന്റെ കഥ കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതിൽ നമുക്ക് ലൈക്ക് വൺസ് വി റീഡ്, ഇന്നത്തെ കാലത്ത് വായിക്കുമ്പോൾ വി ക്യാൻ റിലേറ്റ് ഇറ്റ്. കാരണം ഇന്നും അങ്ങനെ തന്നെയാണ്, ഹൗ പീപ്പിൾ ബിഹേവ്, ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദെയർ ബാക്ക്ഗ്രൗണ്ട്, ദെയർ ഫാമിലി, വാട്ട്സ് ദെയർ ഹയസ്റ്റ് സോഴ്സ് ഓഫ് എഡ്യൂക്കേഷൻ, അവരുടെ വെൽത്ത്, ഇതിൻ്റെയൊക്കെ ബേസിൽ തന്നെയാണ് ആൾക്കാർ ഇപ്പോഴും ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇറ്റ്സ് മച്ച് മോർ റിലേറ്റബിൾ ടു എവറിബഡി. പിന്നെ ക്യാരക്ടേഴ്സ് ഒരു വളരെയധികം ഡിഫറെൻറ്റ് റേഞ്ച് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് ഈ വർക്കിലുള്ളത്. അതായത് ദർ ആർ വെർച്വസ് പീപ്പിൾ, അതായത് നന്മ നിറഞ്ഞ ആൾക്കാരുണ്ട്. ദർ ആർ പീപ്പിൾ ഹു സീക്ക് റിവെഞ്ച്, അതുപോലെ കുറെ തെറ്റുകൾ ചെയ്തിട്ട് അതിൽ നിന്ന് പഠിച്ച് നന്മയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും നന്നാവാൻ ശ്രമിച്ച ആൾക്കാരുണ്ട്. അതുപോലെ ഒരുപാട് റൈവൽറീസ്, അതിന് പല പേഴ്സണാലിറ്റീസ് കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ് കാൻറ്റർബറി ടെയിൽസ്. അതിൽ ചെറിയ ക്യാരക്ടേഴ്സ് ആണ് മില്ലർ, റീവ്, കുക്ക്, പിന്നെ അതുപോലെ കമ്പയർഡ് ടു ദ മോർ റിഫൈൻഡ് ലേഡി പ്രയറസ് ആൻഡ് വൈഫ് ഓഫ് ബാത്ത്. ഇതൊക്കെ ക്യാരക്ടേഴ്സ് ആണ്. നമുക്ക് ഇതിൽ യു ഹാവ് വൈഫ് ഓഫ് ബാത്ത്,
വൈഫ് ഓഫ് ബാത്തിനെ പറ്റി ഒരു ചെറിയ പോർഷൻ പറയാനുണ്ട്. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിന്റെ പോർട്രേയിൽ വെച്ചാൽ ഒരു സ്റ്റോറി പറയുമ്പോൾ ഒരു ക്യാരക്ടറിനെ തന്നെ പോർട്രേ ചെയ്ത് കോംപ്ലെക്സ്. കാരണം പല പല ലെയേഴ്സ് ആണ് ഒരു ക്യാരക്ടറിന് ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിനെ ഒറ്റ വർക്കിലേക്ക് കൊണ്ടുവരാൻ ഇസ് നോട്ട് ഈസി. അപ്പോൾ ഇത്രയും ഇൻഡിവിജ്വൽ ക്യാരക്ടേഴ്സിനെ ഒരു സൊസൈറ്റി ആക്കി മാറ്റി അവരുടെ എല്ലാം ഹ്യൂമൻ നേച്ചർ ഒരാളെ മൊത്തത്തിൽ തെറ്റുകാരനും ഒരാളെ മൊത്തത്തിൽ നല്ല ആളും ആക്കാതെ അതിൻ്റെ ഒരു റോ ഫോമിൽ ഹൗ പീപ്പിൾ ആർ എന്നുള്ള ഒരു കറക്റ്റ് എക്സാക്ട് ഫോമിലാണ് ഷോസർ ക്യാരക്ടേഴ്സിനെ പോർട്രേ ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വി ഹാവ് വ്യൂ ഓഫ് ദ വൈഫ്സ് ഓഫ് ബാത്ത്സ് പ്രൊലോഗ്. അങ്ങനെ കാന്റർബറി ടേൽസിൽ ഓരോ പിൽഗ്രിമിന്റെ കഥയ്ക്ക് മുമ്പും ഒരു പ്രൊലോഗ് കൊടുക്കും. പ്രൊലോഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോറി ബുക്ക് നോവലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് ആ ഒരു സ്റ്റോറിയിലേക്ക് കിടത്താൻ വേണ്ടിയിട്ട് ദർ വിൽ ബി എ ലിറ്റിൽ ബിറ്റ് ഓഫ് എ ബാക്ക്ഗ്രൗണ്ട്. അതാണ് പ്രൊലോഗ്. അങ്ങനെ എല്ലാ ക്യാരക്ടറിന്റെ പിൽഗ്രിമിന്റെയും പോയിന്റിന്റെ മുമ്പിൽ ഒരു പ്രൊലോഗ് ഉണ്ടാവും. അങ്ങനെ ഈ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. We are almost times up. ഇപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്താൽ I won't be able to complete. So I'll give it to you in the next class. Has everyone understood the class so far? Good evening class. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷോസറിൻ്റെ ലൈഫ്, ഇനീഷ്യൽ വർക്ക്സ് ഇതിനൊക്കെ പറ്റി ഏകദേശം പറഞ്ഞ് നമ്മൾ നിർത്തി. ഇനി ഈ യൂണിറ്റിലെ ലാസ്റ്റ് പോർഷൻ ആണ് എ വ്യൂ ഓഫ് ദ വൈഫ് ഓഫ് ബാത്ത്സ് പ്രൊലോഗ്. ഷോസറിന്റെ ഒരു ഫേമസ് വർക്കാണ് ദ കാന്റർബറി ടേൽസ്. ഈ കാന്റർബറി ടേൽസിൽ ഓരോ പിൽഗ്രിം, അതായത് ഒരു കൂട്ടം ആൾക്കാർ പിൽഗ്രിം നടത്തുകയാണ്. പിൽഗ്രിം എന്ന് പറഞ്ഞാൽ ഒരു പുണ്യ സ്ഥലത്തേക്ക്, ഹോളി ലാൻഡിലേക്ക് യാത്ര പോവാണ്. അങ്ങനെ ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടിയും ഇങ്ങനെ നടന്ന് പോകുമ്പോൾ സമയം പോകാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കഥകൾ പറയും. അവിടെ തന്നെ ഹൗ ദേ ഇൻട്രൊഡ്യൂസ് ദംസെൽസ്, അതുപോലെ എങ്ങനെയായിരുന്നു അവരുടെ പണ്ടത്തെ കുട്ടിക്കാലം, ഹൗ ദെയർ എക്സ്പീരിയൻസ് വാസ്, അവരുടെ ഇതുവരെയുള്ള ലൈഫ് എങ്ങനെയാണ്, അവർ ലൈഫിൽ നിന്ന് പഠിച്ച ഒരുപാട് പാഠങ്ങൾ. സോ ദേ ഷെയറിങ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരുമിച്ച് പോകുമ്പോൾ നോർമലി ആൾക്കാർ തമ്മിലുള്ള സംസാരം, അതുപോലെ അവരിങ്ങനെ പറയാണ്. അങ്ങനെ ഓരോ പിൽഗ്രിമിനും ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടാണ് ഈ കാന്റർബറി ടേൽസിൽ ഷോസർ എഴുതിയത്. അങ്ങനെ അതിലുള്ള ഒരു ക്യാരക്ടറാണ് വൈഫ് ഓഫ് ബാത്ത്. ഈ വൈഫ് ഓഫ് ബാത്ത് എന്ന് പറയും കാരണം ബാത്ത് എന്ന പേരുള്ള ഒരു വില്ലേജിലെ ഒരു സ്ത്രീയാണ് ദിസ് വൈഫ് ഓഫ് ബാത്ത്. ഹെർ നെയിം ഇസ് ആലിസൺ. പക്ഷെ മുഴുവനും ഈ വൈഫ് ഓഫ് ബാത്ത് എന്ന് തന്നെയാണ് അവളെ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ ഈ കാന്റർബറി ടേൽസിലെ ഒരു വേറിട്ട് നിൽക്കുന്ന ക്യാരക്ടർ എന്നൊക്കെ പറയും. എവറിബഡി ഈസ് യുണീക്ക്. എല്ലാവരുടെയും സ്റ്റോറീസ് വേറെ വേറെ കൈൻഡ് ഓഫ് യുണീക്ക് ഒരു ടേസ്റ്റ് അതിനുണ്ട്. പക്ഷെ വൈഫ് ഓഫ് ബാത്തിൽ നമ്മൾ വായിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ഫെമിനിസ്റ്റിക് ഐഡിയ തരുന്ന ഒരു ക്യാരക്ടറാണ് വൈഫ് ഓഫ് ബാത്ത്. അങ്ങനെ ഓരോ ആളുടെ പോയം വരുന്നതിൻ്റെയും തൊട്ട് മുമ്പ് ഒരു പ്രൊലോഗ് ഉണ്ട്. പ്രൊലോഗ് ഈസ് സോർട്ട് ഓഫ് എൻ ഇൻട്രൊഡക്ഷൻ ടു വാട്ട് വി ആർ റീഡിങ്. നമ്മളൊരു നോവലൊക്കെ വായിക്കുമ്പോൾ അതിന് തൊട്ട് മുമ്പ് വിൽ ഹാവ് എ പ്രൊലോഗ്. അപ്പം എവിടെ നിന്നാണോ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുവരെയുള്ളൊരു ഇൻട്രൊഡക്ഷൻ പോലെ നമുക്കങ്ങനെ ഒരു ചെറിയൊരു പ്രൊലോഗ് ഉണ്ടാവാറുണ്ട്. അങ്ങനെ ഈ വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗിന് കുറച്ച് സ്പെഷ്യാലിറ്റി, ദാറ്റ്സ് വാട്ട് വി ഹാവ് ടു ലേൺ. The Wife of Bath's prologue in the Canterbury Tales is a key narrative element that serves not only as the introduction to her tale but also an independent and distinct part of the work, rich with social commentary and character exploration. ഞാൻ പറഞ്ഞ പോലെ വൈഫ് ഓഫ് ബാത്ത് എന്ന ക്യാരക്ടർ ഇസ് വെരി ഇൻഡിപെൻഡൻറ്റ്. നോർമലി ആ കാലഘട്ടത്ത് ഒരു സ്ത്രീക്കും കിട്ടാത്ത അത്ര ഒരു ഫ്രീഡം, ഷീ ഈസ് ടേക്കിംഗ് ദാറ്റ് ഫ്രീഡം ഫ്രം ദ സൊസൈറ്റി. നോർമലി സ്ത്രീകൾ എങ്ങനെയായിരുന്നു ജീവിക്കേണ്ടത്? അണ്ടർ എ മാൻ. ഒന്നെങ്കിൽ ഫാദറിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ യു ഹാവ് ടു ബി ഡിപ്പെൻഡൻറ്റ് ഓൺ യുവർ ഹസ്ബൻഡ്. അങ്ങനെ ഫാദർ ഇല്ലെങ്കിൽ യുവർ ബ്രദർ, സംഹൗ ഒരു ആണ്ട് അല്ലെങ്കിൽ ഒരു അങ്കിൾ, യു ഷുഡ് ഹാവ് എ മെയിൽ പേഴ്സൺ ടു ഡിപ്പെൻഡ് ഓൺ. പക്ഷേ ഈ ഒരു ക്യാരക്ടർ ഷീ ഈസ് വെരി ഇൻഡിപെൻഡൻറ്റ്. അപ്പോൾ ആ ഒരു ക്യാരക്ടറിനെ ഭയങ്കരം നമ്മൾ വായിക്കുമ്പോൾ തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്, കുറച്ചും കൂടി സ്ത്രീകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കാലഘട്ടത്തിലെ സൊസൈറ്റി ആക്സെപ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും ഒരു വേറിട്ട് നിൽക്കുന്ന ക്യാരക്ടറായിരുന്നു വൈഫ് ഓഫ് ബാത്തിൻ്റെ. അതിൻ്റെ കുറച്ച് കീ ആസ്പെക്ട്സ് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ക്യാരക്ടറൈസേഷൻ, അതായത് വൈഫ് ഓഫ് ബാത്തിൻ്റെ ക്യാരക്ടർ. ഷീ ഈസ് ബോൾഡ്, കോൺഫിഡൻറ്റ് ആൻഡ് ഔട്ട്സ്പോക്കൻ.
ആ ഒരു കാലഘട്ടം പറയുകയാണെന്നുണ്ടെങ്കിൽ വിമൻ ഷുഡ് നോട്ട് സ്പീക്ക് മച്ച്. അതായത് അവർക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർ മുന്നിൽ അവർക്ക് സംസാരിക്കാനൊരു സ്പേസ് കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് ഇത് വേണം അത് വേണ്ട എന്ന് പറയാനുള്ള ഒരു കോൺഫിഡൻസോ അല്ലെങ്കിൽ സംസാരിക്കാനുള്ള ഒരു സ്പേസോ ആരും കൊടുക്കാറില്ല. വിമൻ ആണോ ദേ ഷുഡ് ബി ലൈക്ക് ലിവിങ് അണ്ടർ എ മാൻ. അവരുടെ മാൻ, ഇപ്പോൾ ഫാദർ ആണെങ്കിൽ ഫാദർ പറയുന്നത് കേൾക്കുക. ഇഫ് ഇറ്റ്സ് യുവർ ഹസ്ബൻഡ് യു ഹാവ് ടു ഒബേ ഹിം. ആ ഒരു ഒബേ എന്നുള്ളതിനപ്പുറത്ത് ഒരു മാരേജ് എന്നുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഇപ്പോഴത്തെ കാലത്ത് വീണ്ടും ഒക്കെ പിന്നെയും വി ആർ റിയലൈസിങ് ഇറ്റ്സ് എ പാർട്ട്ണർഷിപ്പ്, ഒരു ഈക്വൽ ക്യാരക്ടർ ആണെന്നൊക്കെ വി ആർ ഗെറ്റിംഗ് ഇൻ ടു കൺസിഡറേഷൻ. പക്ഷെ അന്നൊന്നും യു ഹാവ് ടു തിങ്ക് ഇറ്റ്സ് ഡെക്കേഡ്സ് ഓഫ് സെഞ്ചുറീസ് ബിഫോർ. അങ്ങനെ ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു, അവർ പറയുന്നത് കേൾക്കുക എന്ന് മാത്രമേ വിമന് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ ഷി വാസ് ബോൾഡ്, കോൺഫിഡൻറ്റ് ആൻഡ് ഔട്ട് സ്പോക്കൺ. ദാറ്റ്സ് വാട്ട് മേക്സ് ഹർ ഡിഫറെൻറ്റ്. പിന്നെ വൺ ഓഫ് ദി മെയിൻ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ ഷി ഗോട്ട് മാരിഡ് 5 times. അങ്ങനെ 5 ഹസ്ബൻഡ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇറ്റ് ഈസ് വെരി അൺകൺവെൻഷനൽ. കാരണം ഇങ്ങനെ ഹസ്ബൻഡ്സിനെ മാറ്റി മാറ്റി കല്യാണം കഴിക്കുക എന്നുള്ളത് ഇപ്പോഴും ഐ തിങ്ക് ടു ആൻ എക്സ്റ്റെൻറ്റ് ആൾക്കാർ നമ്മുടെ സൊസൈറ്റിയിൽ അത്ര ആക്സെപ്റ്റ് ചെയ്യൂല. നമ്മൾ ഒരു കല്യാണം കഴിഞ്ഞു അത് ഒഴിവായി, ഓക്കെ ഫൈൻ, എന്തെങ്കിലും റീസൺ ഉണ്ടാവും. സെക്കൻഡും അങ്ങനെ ആയാൽ യു ഗെറ്റ് വേറെ ലുക്കുകൾ കിട്ടും സൊസൈറ്റീൻ്റെ അടുത്ത് നിന്ന്. തേർഡും അങ്ങനെ ആയി. അപ്പോൾ യു ക്യാൻ കൺസിഡർ, അപ്പോൾ നമുക്ക് ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ 5 ഹസ്ബൻഡ്സ് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഇത് കുറച്ച് അൺകൺവെൻഷനൽ ആയിരുന്നു. അപ്പോൾ വി അണ്ടർസ്റ്റാൻഡ്, അതിൽ നിന്ന് എന്ത് നമുക്ക് മനസ്സിലാക്കാം, അവളുടെ ഇൻഡിപെൻഡൻസ്, അതുപോലെ ഹെർ സെക്ഷൽ ഓട്ടോണമി. ഷീ വോണ്ടഡ് വാട്ട് ഷീ വോണ്ട്. അതായത് ദർ ആർ എ ലോട്ട് ഓഫ് വിമൻ ഇന്നത്തെ കാലത്തും മാരേജിൽ അത്ര ഹാപ്പി അല്ലെങ്കിൽ പോലും ദർ ലൈക്ക് ഓക്കെ ഐ ലിവ് ഫോർ ദി സേക്ക് ഓഫ് മൈ ചിൽഡ്രൻ. എൻ്റെ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ടോ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇത് ഒഴിവാക്കിയാൽ എങ്ങനെ, ഐ കാൺ ഡു അഗൈൻ, ഇനിയൊരു മാരേജിലേക്ക് പോകാൻ എനിക്ക് വയ്യ, അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കാൻ വയ്യ. ഇങ്ങനെ പല പല കാരണങ്ങൾ നോക്കിയിട്ട് ഈവൻ ഇഫ് അവർ സെക്ഷലി പ്ലീസ്ഡ് അല്ലെങ്കിൽ പോലും ആ ഒരു മാനിനെ തന്നെ മതി, അയാളെ തന്നെ മതി എന്ന് വിചാരിക്കുന്ന ആളുണ്ട്. പക്ഷെ ആ ഒരു സമയത്തും വൈഫ് ഓഫ് ബാത്ത്, അതായത് ആലിസൺ, വാട്ട് കൈൻഡ് ഓഫ് എ ക്യാരക്ടർ ഡിഡ് ഷീ ഹാവ്? ഷി വാസ് ഇൻഡിപെൻഡൻറ്റ്, ബോൾഡ്, കോൺഫിഡൻറ്റ്, ഔട്ട് സ്പോക്കൺ, ആൻഡ് ഷീ ഹാഡ് ഹെർ ഓൺ സെക്ഷൽ ഓട്ടോണമി. എന്ത് വേണം വേണ്ട എന്നുള്ളത് അത്യാവശ്യം നല്ല രീതിക്ക് അറിയുന്ന ഒരു ക്യാരക്ടറാണ് വൈഫ് ഓഫ് ബാത്ത്. അങ്ങനെ ഹർ ഫിസിക്കൽ അപ്പിയറൻസും ബിഹേവിയറും എന്ന് വെച്ചാൽ ഒരു ക്രൗഡിൻ്റെ ഇടയിൽ നമുക്ക് മനസ്സിലാവല്ലോ, ഇങ്ങനെ തുള്ളി തുള്ളി ചാടി സംസാരിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ടാവുന്നു. ദേ ആർ എക്സ്ട്രീം എക്സ്ട്രോവേർട്സ്. അവർക്ക് ആരടുത്ത് സംസാരിക്കാനും പ്രശ്നമില്ല. ദേ ആർ വെരി ഓപ്പൺ. ഇപ്പം തീരെ പരിചയമില്ലാത്ത ആളെ കണ്ടാലും വിത്തിൻ സെക്കൻഡ്സ് ദേ ക്യാച്ച് അപ്പ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ക്യാരക്ടറുള്ള ആളാണ് വൈഫ് ഓഫ് ബാത്ത്. ഈ ഒരു ഇത്രയും പറഞ്ഞൊരു ക്യാരക്ടർ തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു ഇൻഡിപെൻഡൻസും അതുപോലെ ഇത്രയും ഒരു പിൽഗ്രിം, അവൾ ഒറ്റയ്ക്ക് വരികയാണ് ഈ ഒരു പിൽഗ്രിമേജ് ജേർണി. അപ്പോൾ ഇതിനൊക്കെ അത്യാവശ്യം പൈസ വേണ്ട കാര്യമാണ്. സോ അപ്പം ഇൻഡിപെൻഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഷീ ഈസ് പാർട്ട് ഓഫ് ദി മിഡിൽ ഓർ അപ്പർ ക്ലാസ്സസ്. ഒരിക്കലും ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ പുവർ ഫാമിലിയിൽ വന്നാൽ നടക്കില്ല. അതുപോലെ തന്നെ പുവർ ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ബീങ് എ വുമൻ ഇത്രയും ഇൻഡിപെൻഡൻസ് കിട്ടാനും പാടാണ്. ഇനിയിപ്പോൾ അവർക്ക് ഈ ഹസ്ബൻഡ് വേണ്ട, എനിക്ക് അടുത്തത് വേണം, അങ്ങനെയൊന്നും പറയാൻ ഒരു പുവർ ഫാമിലിയിൽ സ്പേസ് ഇല്ല. അപ്പം ഇപ്പോഴും വി ക്യാൻ സി ഒരുപാട് കുട്ടികൾ എന്ത് ചെയ്യും, എൻ്റെ മദർ ആൻഡ് ഫാദർ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് എന്നെ കല്യാണം കഴിച്ച് വിട്ടത്, ഇനി ഞാൻ അതിനെ ഹൗ കെൻ ഐ ബി ലൈക്ക്, എനിക്കത് അവരെ വിഷമിപ്പിക്കാൻ വയ്യ, ഇനി എനിക്ക് തിരിച്ച് വീട്ടിൽ പോയാൽ അവർ വീണ്ടും കഷ്ടപ്പെടും. അങ്ങനെയൊക്കെ ഒരു ലോവർ ക്ലാസ്സിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അത്രയും ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ അല്ലെങ്കിൽ മെന്റൽ ഇൻഡിപെൻഡൻസോ കിട്ടാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ വൈഫ് ഓഫ് ബാത്ത് വി അണ്ടർസ്റ്റാൻഡ് ഷീ ഈസ് എ പാർട്ട് ഓഫ് മിഡിൽ ഓർ അപ്പർ ക്ലാസ്. അതുപോലെ വൈഫ് ഓഫ് ബാത്തിന് ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു ഓൺ മാരേജ് ആൻഡ് ജെൻഡർ റോൾസ്. അപ്പം ഇത്രയും 5 കല്യാണങ്ങൾ കഴിച്ചതുകൊണ്ട് തന്നെ ഷീ ടുക്ക് ദ ഫ്രീഡം. അതായത് എനിക്ക് പറയാൻ പറ്റും എങ്ങനെയാണ് ഒരു മാരേജ് വർക്ക് ചെയ്യുക, ഓക്കെ. അതുപോലെ മാരേജിലുള്ള ജെൻഡർ റോൾസ് എന്തൊക്കെയാണ്, ഇപ്പം ആൾക്കാർ എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ആണ് ഒരു കല്യാണത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു വീട്ടിലാണെങ്കിൽ പോലും സ്ത്രീകളെ മേൽ എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ആണ് ആൾക്കാർ വെക്കുന്നത്, അതുപോലെ അവർക്കുള്ള ഫ്രീഡം എന്താണ്, ഒരു സ്ത്രീക്ക് അവളുടെ തന്നെ ബോഡീൻ്റെ മുകളിൽ എത്ര ഏജൻസി ഉണ്ട്, ഇതൊക്കെ പറ്റിയിട്ട് സംസാരിക്കാൻ ഷി വാസ് വെരി വെൽ നോൺ. കാരണം ഷീ ബി ലൈക്ക് എനിക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, 5 ഹസ്ബൻഡ്സ്, 5 മാരേജസ്, ഐ ഹവ് ബീൻ ത്രൂ ദാറ്റ്. അപ്പോൾ എനിക്കറിയാം ഇതിനെപ്പറ്റി എന്ത് സംസാരിക്കണമെന്ന്. അപ്പോൾ ഷി വാസ് വെരി ഔട്ട് സ്പോക്കൺ. അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും ഒരുപാട് ആൾക്കാർ ഇങ്ങനെ മടിച്ച് ബാക്കോട്ട് നിൽക്കുമ്പോഴും ഷീ ഹാഡ് നോ സച്ച് ക്യാരക്ടർ. ഷി വാസ് സോ മച്ച് ഔട്ട് സ്പോക്കൺ ഓൺ മാരേജ് ആൻഡ് ജെൻഡർ റോൾസ്. പിന്നെ ഈ ഒരു പ്രൊലോഗിനെ നമുക്കൊരു നാരറ്റീവ് ബ്രേക്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം.
ഞാൻ പറഞ്ഞു കാന്റർബറി ടെയിൽസിന്റെ സ്ട്രക്ചർ എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് പോയംസ്, വേറെ വേറെ പിൽഗ്രിമിന്റെ സ്റ്റോറികളാണ് ഓരോ പോയമും. അപ്പൊ നമുക്കൊരു കണ്ടിന്യൂറ്റി കിട്ടൂല. നമ്മൾ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് വായിക്കുകയാണെങ്കിൽ ഒരാളുടെ ക്യാരക്ടർ പറഞ്ഞ് ഇപ്പൊ വൈഫ് ഓഫ് ബാത്ത് ആണെന്നുണ്ടെങ്കിൽ അടുത്ത ക്യാരക്ടർ വായിക്കുമ്പോൾ നമുക്കൊരു റിലേഷൻ അത് തമ്മിൽ തോന്നൂല. ബിക്കോസ് ഇറ്റ്സ് ഓൾ ഇൻഡിപെൻഡന്റ് പിൽഗ്രിംസ് ആൻഡ് ദെയർ സ്റ്റോറീസ്. അതുകൊണ്ട് തന്നെ ഈ പ്രൊലോഗ് അതിന്റെ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുന്നത് ഒരു കണ്ടിന്യൂറ്റി കിട്ടാനാണ്. ഇപ്പോൾ ഒരാളുടെ കഥ കഴിഞ്ഞു, പിന്നെ വേറൊരു പിൽഗ്രിമിന്റെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു പ്രൊലോഗ് കൊടുക്കുന്നതിലൂടെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ദ അതർ സ്റ്റോറി ഹാസ് ബീൻ എൻഡഡ്, ഇനിയുള്ളത് ഈ വേറൊരു പിൽഗ്രിമിന്റെ കഥയാണ്. അപ്പൊ അതിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ളൊരു പോലെയാണ് ഈ ഒരു പ്രൊലോഗ് കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു കാന്റർബറി ടെയിൽസിന്റെ നാരേഷൻ ഡൗൺ ദ ലൈൻ നമുക്ക് വായിക്കുമ്പോൾ വി ഗെറ്റ് എ ബ്രേക്ക്. ഈ അടുത്ത പ്രൊലോഗ് കാണുമ്പോൾ നമുക്കറിയാം, ഓക്കെ ഈ പിൽഗ്രിമിന്റെ കഥ കഴിഞ്ഞു, വി ആർ ഗോയിങ് ഫോർ അനദർ വൺ. അപ്പോൾ വാട്ട് ഡസ് ദിസ് പ്രൊലോഗ് ഡു ഫോർ കാന്റർബറി ടെയിൽസ്? ഇറ്റ് ക്രിയേറ്റ്സ് എ ബ്രേക്ക് ഫ്രം ദ സീരിയസ്നെസ് ഓഫ് ദ പിൽഗ്രിമേജ് ആൻഡ് ദ ടെയിൽസ്. നമ്മൾ ടെയിൽസ് വായിക്കുമ്പോൾ, നമ്മൾ ഈ കഥകൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദർ ഇസ് എ ബ്രേക്ക് അടുത്ത പ്രൊലോഗ് കാണുമ്പോൾ. അങ്ങനെ ബൈ ഗിവിംഗ് ദ വൈഫ് ഓഫ് ബാത്ത് എ പ്ലാറ്റ്ഫോം ടു സ്പീക്ക് ഫ്രീലി, ചോസർ റിലങ്ക്വിഷസ് കൺട്രോൾ ഓവർ ദ നാരറ്റീവ്. അപ്പൊ ഈ ഒരു പ്രൊലോഗ് വായിക്കുമ്പോൾ, വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗ് വായിക്കുമ്പോൾ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ചോസർ എന്ത് ചെയ്തിട്ടുണ്ട്. വൈഫ് ഓഫ് ബാത്തിന്റെ ക്യാരക്ടറിന് ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതായത് സംസാരിക്കാൻ വേറെ എവിടെയും കിട്ടാത്തൊരു സ്പേസ് ആണ് ഈ ഒരു പ്രൊലോഗിൽ അല്ലെങ്കിൽ ചോസറിന്റെ കാന്റർബറി ടെയിൽസിൽ കൊടുത്തത്. അപ്പൊ ഈ പ്രൊലോഗ് ഹൗ ഇറ്റ് ഈസ് ഡയറക്റ്റഡ്, അല്ലെങ്കിൽ ആ ഒരു പ്രൊലോഗ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്, ക്യാരക്ടറിന്റെ എന്താണോ പറയാനുള്ളത് അതിനനുസരിച്ച്. ചോസർ ഇപ്പം എഴുതുന്ന ഒരാളാണല്ലോ, അപ്പം നമ്മളിപ്പോൾ ഒരു എഴുത്തുകാരനെ പുറത്തുനിന്ന് എഴുതുമ്പോൾ ഒരിക്കലും ആ ഒരു ക്യാരക്ടർ ഫുള്ളി നമുക്ക് അത് ചിലപ്പോൾ എഴുതി ഫലിപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ചോസർ വാസ് വെരി എന്താ പറയുക ടാലന്റഡ് ഇൻ ദാറ്റ് കേസ്. അങ്ങനെ ഒരു ക്യാരക്ടറിനെ ടു ബ്രിങ് എ ക്യാരക്ടർ ടു ലൈഫ്, ഹി ഹാഡ് സോ മച്ച് ഓഫ് ടാലന്റ്. അങ്ങനെ ഈ വൈഫ് ഓഫ് ബാത്തിന്റെ എൻറ്റയർ നാരറ്റീവ് വൈഫ് ഓഫ് ബാത്തിനാണ് കൺട്രോൾ. ഓക്കെ, ആലിസന്റെ കയ്യിലാണ് കൺട്രോൾ. അങ്ങനത്തെ രീതിയിലാണ് നമുക്ക് വായിക്കുമ്പോൾ തോന്നാം. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊലോഗിന്റെ സ്ട്രക്ചർ അത്ര കൺട്രോൾഡ് അല്ല. കൺട്രോൾഡ് ഇൻ ദ സെൻസ് ചോസർ എഴുതുമ്പോൾ അതിനൊരു പാറ്റേൺ ഫോം നോക്കുക, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചർ ഫോളോ ചെയ്യുക, അങ്ങനെ ചെയ്യാതെ എൻറ്റയർ ഫോക്കസ് ആ പിൽഗ്രിം എന്താണോ പറയുന്നത് അതിന്റെ ഒരു എൻറ്റയർ ഫോക്കസ് ആ പിൽഗ്രിമിന്റെ അടുത്താണ്. അവരുടെ ഇൻഡിവിജ്വൽ വോയിസസ്, അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ലൈഫ് അത് മുന്നോട്ട് വരട്ടെ. അങ്ങനെയാണ് ചോസർ ഈ എൻറ്റയർ വർക്ക് എഴുതിയിട്ടുള്ളത്. The middle section of the prologue, where the wife of Bath offers her personal philosophies on marriage, dominates the narrative. വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗ് നമുക്ക് 3 സെക്ഷനായിട്ട്, ഓക്കെ, ഇൻട്രൊഡക്ഷൻ, മിഡിൽ സെക്ഷൻ ആൻഡ് കൺക്ലൂഷൻ, ഇങ്ങനെ 3 സെക്ഷനായിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. അതിൽ ആ പ്രൊലോഗിൽ മിഡിൽ സെക്ഷനിലാണ് വൈഫ് ഓഫ് ബാത്ത് അവരുടെ അഡ്വൈസസും ഫിലോസഫീസും ഒക്കെ കൊടുക്കുന്നത് ഓൺ ഹൗ ഷി ഗോട്ട് മാരിഡ്, അതുപോലെ എല്ലാ മാരേജിന്റെയും ഫിലോസഫി എങ്ങനെയാണ്, ജെൻഡർ റോൾസ് എങ്ങനെയാണെന്നൊക്കെ പറയുന്നത് ആ ഒരു മിഡിൽ സെക്ഷനാണ്. അപ്പൊ നമുക്ക് കുറച്ചും കൂടിയും ഒരു ഇമ്പോർട്ടൻസ് ഈ മിഡിൽ സെക്ഷനാണ് പ്രൊലോഗിൽ തോന്നാം. സോ ഇറ്റ് ഡോമിനേറ്റ്സ് ദ നാരറ്റീവ്. ഈ പ്രൊലോഗിൽ ഡോമിനേറ്റ് ചെയ്യുന്നത് ഇറ്റ്സ് ദ മിഡിൽ സെക്ഷൻ. പിന്നെ ഈ ഒരു പ്രൊലോഗ് ഇറ്റ് ആക്ട്സ് ആസ് എ ഡിബേറ്റ് ആൻഡ് സോഷ്യൽ കോമന്ററി. ചോസറിന് അന്ന് ആൾക്കാരുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യമായിരുന്നു സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഫ്രീഡം കൊടുക്കുക. അപ്പൊ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചോസർ സൃഷ്ടിച്ചു. ദാറ്റ് വാസ് ദ വൈഫ് ഓഫ് ബാത്ത്. ഹി ക്രിയേറ്റഡ് ദ ക്യാരക്ടർ ഓഫ് ആലിസൺ. എന്നിട്ട് ഇതിലൂടെ എന്താ പറയുന്നത്, മാരേജ്, അതുപോലെ അതോറിറ്റി, ഒരു ആണിന് പെണ്ണിന്റെ മുകളിലുള്ള അതോറിറ്റിയും പെണ്ണിന്റെ തന്നെ മുകളിൽ ഒരു അതോറിറ്റി വേണം. നമ്മളുടെ ബോഡി, വാട്ട് ഷുഡ് പീപ്പിൾ ഡു, ലൈക്ക് ഇവൻ ഇൻ മാരേജസ് ദർ ആർ മാരിറ്റൽ റേപ്സ്. അപ്പൊ അതിനൊന്നും നമ്മൾ നിന്നു കൊടുക്കാൻ പാടില്ല. അങ്ങനത്തെ ഒരു അതോറിറ്റി നമ്മളെ മേലിൽ വേണം. അതുപോലെ ജെൻഡർ റോൾസ്, ലൈക്ക് വാട്ട് ഷുഡ് എ മാൻ ആൻഡ് എ വുമൻ ഡു ഇൻ എ മാരേജ്. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ വൈഫ് ഓഫ് ബാത്ത് വെച്ചിട്ടാണ് ചോസർ ആൾക്കാരിലേക്ക് ട്രാൻസെൻഡ് ചെയ്യുന്നത്. ഈ ആലിസൺ ഷീസ് ഹാവിങ് എ ക്യാരക്ടർ ഓഫ് അവളുടെ ഷീ അസേർട്സ് authority. Wife of Bath asserts that women should have authority over their husbands. അപ്പം വൈഫ് ഓഫ് ബാത്ത് എന്താണ് വിശ്വസിക്കുന്നതെന്ന് വെച്ചാൽ ആഫ്റ്റർ ഷീ ഹാഡ് ലൈക്ക് 5 husbands ഷീ കെയിം ടു നോ, അല്ലെങ്കിൽ റിയലൈസ് ചെയ്തത് എന്താന്ന് വെച്ചാൽ സ്ത്രീകൾക്കാണ് ഒരു മാരേജിൽ അതോറിറ്റി വേണ്ടത്. നോർമലി വാട്ട് വി സീ മെൻ ഹാവ് അതോറിറ്റി ഓവർ വിമൻ, പക്ഷെ അതിനപ്പുറം വിമൻ ഷുഡ് ഹാവ് അതോറിറ്റി ഓവർ ദെയർ ഹസ്ബൻഡ്സ്. അങ്ങനെയാണ് ഒരു മാരേജ് പ്രോപ്പർലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നാണ് വൈഫ് ഓഫ് ബാത്തിന്റെ ഒരു ഒപ്പീനിയൻ, ഓർ വാട്ട് ഷീ റിയലൈസ്ഡ് ഫ്രം ഹർ 5 marriages. She contradicts other pilgrims' views, especially those that challenge female autonomy. അപ്പം ഒരു പിൽഗ്രിമേജ് ആണ്, ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് പോകുന്നുണ്ട്. അപ്പോൾ ഒബ്വിയസ്ലി
ആ ഒരു പഴയ കാലഘട്ടത്തെ ചിന്തകളുള്ള ആൾക്കാരും അതിന്റെ കൂട്ടത്തിലുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കുറെ ആൾക്കാർക്ക് ഇതിനൊരു കോൺട്രഡിക്ഷൻ ആയിരുന്നു വൈഫ് ഓഫ് ബാത്തിന്റെ ക്യാരക്ടർ. കാരണം ഇത്രയും മൾട്ടിപ്പിൾ മാരേജസ്, അതുപോലെ അവള് എങ്ങനെയാണ് ജെൻഡർ റോൾസിനെ പറയുന്നത്, അതുപോലെ അതോറിറ്റി, മാരേജ്, ഇതിനൊക്കെ പറ്റി പറയുന്നത് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചധികം ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? 14th സെഞ്ചുറി ഇംഗ്ലണ്ട് അവരുടെ സോഷ്യൽ ഡൈനാമിക്സ് എങ്ങനെയായിരുന്നു? അതായത് അവിടെ ആണാണ് എപ്പോഴും മുകളിൽ, ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു. അത് തന്നെ വിമന് ലിറ്റിൽ ടു നോ റൈറ്റ്സ് എന്ന് തന്നെ പറയാം. അധികം വലിയ റൈറ്റ്സ് ഒന്നുമില്ല, ഉണ്ടെങ്കിൽ തന്നെ ഇറ്റ് ഇസ് വെരി ലിറ്റിൽ. അതായത് അധികം അവളുടെ ലൈഫ് ചൂസ് ചെയ്യാനോ അവളുടെ താല്പര്യങ്ങൾക്കൊന്നും ഒരു വില കൊടുക്കാത്ത ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി ആയിരുന്നു 14th സെഞ്ചുറി ഇംഗ്ലണ്ട്. അങ്ങനെ ഉള്ള ഒരു സമയത്ത് വൈഫ് ഓഫ് ബാത്തിന്റെ പ്രസക്തി ഈസ് സോ മച്ച് മോർ. വി ഷുഡ് അണ്ടർസ്റ്റാൻഡ്. കാരണം ആ ഒരു സൊസൈറ്റിയിൽ ആലിസനെ പോലത്തെ ഒരു ആൾക്ക് ഇനി ജീവിക്കണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. കാരണം ഒരാളും സപ്പോർട്ട് ചെയ്യൂല, even from the society or the family. So it must have been very difficult. She uses her own life experiences to argue that women rather than man should control the marriage dynamic. As I told you before, ഹസ്ബൻഡ്സിന്റെ മുകളിൽ അതോറിറ്റി വേണ്ടത് വൈഫ്സിനാണ് എന്ന് വിശ്വസിച്ച ഒരാളാണ് ആലിസൺ. അപ്പോൾ ഷീസ് ടെല്ലിങ് ദാറ്റ് ഫ്രം ഹർ ഓൺ എക്സ്പീരിയൻസ്, എൻ്റെ സ്വന്തം എക്സ്പീരിയൻസ് എന്നാണ് ഞാൻ പറയുന്നത്, ബിക്കോസ് ഷീ ഹാസ് ഗോട്ട് മാരിഡ് 5 times. അപ്പോൾ അതൊരു ഫെമിനിസ്റ്റിക് പ്രോസ്പെക്റ്റീവ് ആയിട്ട് നമുക്കിപ്പോൾ കാണാം. ഇന്നത്തെ കാലത്ത് സ്ത്രീകൾ ലൈക്ക് ഫെമിനിസ്റ്റ് അസേർട്ട് ചെയ്യുന്ന പോലെ ഒക്കെ വി നീഡ് ഇൻഡിപെൻഡൻസ്. ഒരു ഇക്വാലിറ്റി ഈസ് നോട്ട് ഓൺലി ഓൺ ദി ബേസിസ് ഓഫ് ജെൻഡർ റൂൾസ്. അതായത് നമുക്ക് ആണ് ചെയ്യുന്ന എന്തും പെണ്ണിനും ചെയ്യാം എന്നുള്ളതല്ല ഇക്വാലിറ്റി. വി നീഡ് ഇക്വാലിറ്റി ഓർ ഈക്വൽ കൺസിഡറേഷൻ ഇൻ ദ സെയിം തിങ്സ് ദാറ്റ് വി ഡു. ഇപ്പോൾ ഒരേ സാധനം ഒരു ആണും പെണ്ണും ചെയ്താൽ രണ്ടുപേർക്കും രണ്ട് രീതിയിലുള്ള കൺസിഡറേഷൻ ഈസ് വാട്ട് വി ആർ ഫൈറ്റിംഗ് ഫോർ. ദാറ്റ് ഈസ് എ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്. അപ്പം അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവ് ആ 14th സെഞ്ചുറി ഇംഗ്ലണ്ടിൽ കാണിക്കാൻ ഇസ് വെരി ഡിഫിക്കൾട്ട്, ആൻഡ് ദാറ്റ് ഈസ് വെയർ വൈഫ് ഓഫ് ബാത്ത് കംസ് ഫോർവേഡ്. പിന്നെ വൈഫ് ഓഫ് ബാത്തിന്റെ അൺകൺവെൻഷണൽ ലൈഫ്. വൈഫ് ഓഫ് ബാത്ത് അല്ലെങ്കിൽ ആലിസന്റെ ഒരു മേജർ ക്യാരക്ടറായിട്ട് നമുക്ക് പറയാം. ഷി ഗോട്ട് മാരിഡ് 5 times. അത് തന്നെ അവരുടെ ലൈഫ് മൊത്തത്തിൽ മാറ്റിക്കഴിഞ്ഞു. സോ ഹൗ ദ സൊസൈറ്റി സീസ് ഹർ ലൈഫ് ഈസ് അൺകൺവെൻഷണൽ. അതായത് നമുക്കൊരു മോഡലാക്കാൻ പറ്റാത്തൊരു ലൈഫാണ് വൈഫ് ഓഫ് ബാത്തിൻ്റെത് അക്കോർഡിംഗ് ടു ദ സൊസൈറ്റി, ബിക്കോസ് ഷീ ഗോട്ട് മാരിഡ് 5 times. അതുപോലെ തന്നെ ഷീ നീഡ്സ് മോർ പവർ ഫോർ വിമൻ. അതിന് വേണ്ടിയിട്ടാണ് അഡ്വക്കേറ്റ് ചെയ്യുന്നത്. സോ അതാർക്കും അത്ര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റൂല. ഒരു എറയാണ്. കാരണം ആ സമയത്ത് ഞാൻ പറഞ്ഞ പോലെ ചേർച്ച്, അതിൻ്റെ ചുറ്റുമുള്ള ഒരു സൊസൈറ്റി, ചേർച്ച് പറയുന്നത് കേൾക്കുക, ബൈബിളിന് അപ്പുറത്തേക്ക് ചോദ്യം ചെയ്യാതെ നിൽക്കുക, ഇതിനൊക്കെയാണ് വാല്യൂ കൊടുത്തിരുന്നത് ആ ഒരു കാലഘട്ടം. ആ ഒരു സമയത്ത് അവളുടെ ചോയ്സസ് ഡിഫെൻഡ് ചെയ്യാനും, അതുപോലെ എനിക്കറിയാം എൻ്റെ ബോഡിക്ക് എന്ത് വേണം, എൻ്റെ ആക്ഷൻസ് എനിക്ക് എങ്ങനെ എംപവർ ചെയ്യാൻ അറിയാം, ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ത്രീനെ ആരും ആക്സെപ്റ്റ് ചെയ്യൂല. സോ ഹർ ലൈഫ് വാസ് considered unconventional by the society. Even though she had a non-traditional life, നമുക്കൊരു ട്രഡീഷണൽ ലൈഫ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, obeying the church, being under a man, like even if you're not happy, stay in a marriage just because you got married. നിങ്ങൾ കല്യാണം കഴിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് യു ഹാവ് ടു ബി ഇൻ എ മാരേജ്. ഓക്കെ, അയാൾ പറഞ്ഞത് റെസ്പെക്ട് ചെയ്യുക. നമ്മൾ ഹാപ്പി ആണോ അല്ലേ, നമ്മുടെ സെക്ഷൽ ലൈഫ് പ്ലഷറബിൾ ആണോ അല്ലേ, ഇതൊന്നും ആർക്കും പ്രോബ്ലം അല്ല. ഓക്കെ, ഇങ്ങനത്തെ ഒരു നോൺ ട്രഡീഷണൽ ലൈഫ്. പക്ഷെ വൈഫ് ഓഫ് ബാത്ത് എങ്ങനെയായിരുന്നു? ഷി വാസ് നോട്ട് റെഡി ഫോർ ഇറ്റ്. ഷി ഡിഡ് നോട്ട് ആക്സെപ്റ്റ് ദോസ് തിങ്സ്. അങ്ങനത്തെ ഒരു നോൺ ട്രഡീഷണൽ ലൈഫ് ലീഡ് ചെയ്തിരുന്നെങ്കിലും ഷി ഈസ് നോട്ട് സീൻ ആസ് എൻ ഔട്ട്കാസ്റ്റ്. ദാറ്റ് ഇസ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം ഔട്ട്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സൊസൈറ്റിയിൽ നിന്ന് എഴുതി തള്ളിയ ആളാണ്. അപ്പോൾ ഇങ്ങനെ എഴുതി തള്ളപ്പെട്ടിട്ടില്ല, ഈവൻ ദോ ഷീ വാസ് ലീഡിങ് എ നോൺ ട്രഡീഷണൽ ലൈഫ്. ഇത് ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഹൗ ഷീ ഹാഡ് വെൽത്ത്. കാരണം അത്യാവശ്യം പൈസയുള്ള പ്രിവിലേജ്ഡ് ക്ലാസ്സിൽ ജീവിക്കുന്ന ഒരാളാണ് ആലിസൺ. അപ്പോൾ ഒരിക്കലും എന്താവും, ചെറിയ ലൈക്ക് പുവർ ഫാമിലിന്നോ അല്ലെങ്കിൽ ഒരു തീരെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു വീട്ടിൽ നിന്നോ ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഷീ വിൽ ഒബ്വിയസ്ലി ബി ആൻ ഔട്ട്കാസ്റ്റ്. കാരണം അവർക്ക് വയ്യ ഇനി സൊസൈറ്റീൻ്റെ മുന്നിൽ ഇനി ഈ ഒരു പേര് ദോഷം കൂടി കേൾക്കാൻ അവരുടെ ഫാമിലി റെഡി ആവില്ല. സോ അപ്പോൾ അതിന് ഏറ്റവും വലിയ ബെസ്റ്റ് ഫോർമുല എന്താണ്? ലൈക്ക് അവരെ എഴുതി തള്ളിയാൽ മതി, ആ പെണ്ണിനെ എഴുതി തള്ളിയാൽ മതി. പക്ഷെ നമ്മുടെ വൈഫ് ഓഫ് ബാത്ത് ഷി വാസ് നോട്ട് സീൻ എൻ ഔട്ട്കാസ്റ്റ് ബിക്കോസ് ഷീ ഈസ് ഫ്രം എ പ്രിവിലേജ്ഡ് ക്ലാസ്. അപ്പോൾ അതിൻ്റെതായ ഒരു മെച്ചം നമ്മൾക്ക് എന്ത് കൺസിഡർ ചെയ്യാം, ആലിസണ് ലൈഫിലുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇസ് ഷീ ഹാഡ് 5 husbands. ഇതൊരു ക്രൂഷ്യൽ റോളാണ് ഇൻ ദ പ്രൊലോഗ്.
കാരണം മൊത്തം ബാക്ക്ഗ്രൗണ്ടും, അതായത് വൈഫ് ഓഫ് ബാത്ത് അവളുടെ എന്തൊക്കെ ജീവിതത്തിലെ ബാക്ക്ഗ്രൗണ്ട് ഇമേജസ് പറഞ്ഞാലും അല്ലെങ്കിൽ വാട്ട് എവർ ഹെർ എക്സ്പീരിയൻസസ് ഇസ് പ്യോർലി ഫ്രം മാരേജ്. ആ ഒരു മാരേജ് ഡൈനാമിക്സിനെ പറ്റി ഇത്രയും അധികം പറയാനും ഷീ ഈസ് കേപ്പബിൾ ബിക്കോസ് ഷീ ഹാഡ് 5 ഹസ്ബൻഡ്സ്, അല്ലെങ്കിൽ ഷീ ഗോട്ട് മാരിഡ് 5 times. അപ്പം ഇറ്റ്സ് എ വെരി ക്രൂഷ്യൽ റോൾ. The debate over marriage and the treatment of women is central to the prologue. അതായത് a woman, like be it in this society or like any society throughout the time, women's sexuality അല്ലെങ്കിൽ അവളുടെ ഒരു റോൾ ഇൻ എ റിലേഷൻഷിപ്പ്, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പം നമ്മൾ ജസ്റ്റ് ബിക്കോസ് വി ആർ മാരീഡ് നമുക്കത് പുറത്ത് പറയാൻ പറ്റാത്തൊരു സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ഫോർ എ വിമൻ. കാരണം ആരോട് പറഞ്ഞാലും മനസ്സിലാവില്ല. ഇപ്പോൾ ലൈക്ക് യു കം ഹോം, നമ്മൾ വീട്ടുകാരോട് പറയുമ്പോൾ ദേ വി ലൈക്ക് യു ഗോട്ട് മാരീഡ്, അതൊക്കെ റെഡിയാവും, കുറച്ച് കഴിഞ്ഞാൽ റെഡിയാവും, അങ്ങനെ പറയുമ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട്. കാരണം നമ്മൾ അതിൽ ഹാപ്പി അല്ല. ആൻഡ് ലൈക്ക് സെക്ഷുവൽ ലൈഫ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് യുവർ മാരേജ്. അപ്പം അതിൽ പ്ലഷർ ഇസ് നോട്ട് ഓൺലി ഫോർ മാൻ ആൻഡ് ഇറ്റ്സ് ഓൾസോ ബോത്ത് ഫോർ വിമൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ഒക്കെ മുന്നോട്ട് വെക്കുക ഇസ് വെരി ബോൾഡ്. 14th century ഇംഗ്ലണ്ടിൽ ഇതൊക്കെ മുന്നോട്ട് വെക്കുക എന്നുള്ളത് ഇസ് വെരി ഡിഫിക്കൾട്ട്. അപ്പോൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ആ വൈഫ് ഓഫ് ബാത്ത് അല്ലെങ്കിൽ ആ ഒരു ആലിസന്റെ റോൾ എത്രത്തോളം ക്രൂഷ്യൽ ആണ് ഇൻ ദ എൻറ്റയർ കാന്റർബറി ടെയിൽസ്. അതുപോലെ ഷോസർ എത്രത്തോളം ചിന്തിച്ചിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഇതിൽ ഇട്ടത് എന്നുള്ളത്. ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇസ് വെരി മച്ച് ബിഗ്. പിന്നെ കോണ്ടെക്സ്റ്റ് ഓഫ് ദ 14th century സൊസൈറ്റി. അപ്പോൾ ഇപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഏകദേശം 14th century ഇംഗ്ലണ്ടിലെ സൊസൈറ്റി എങ്ങനെയാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇറ്റ് ഈസ് എ പാട്രിയാർക്കൽ സൊസൈറ്റി. അപ്പം സ്ത്രീകൾക്ക് അധികം വിലയൊന്നും കൊടുക്കാത്ത ആണുങ്ങളുടെ കീഴിൽ ജീവിച്ചാൽ മതി പെണ്ണുങ്ങൾ എന്നുള്ളൊരു സിറ്റുവേഷനുള്ള സൊസൈറ്റിയാണ് 14th century. അപ്പം ഈ വൈഫ് ഓഫ് ബാത്തിന്റെ ക്യാരക്ടർ റിഫ്ലെക്ട്സ് എ സെഗ്മെന്റ് ഓഫ് മിഡീവൽ സൊസൈറ്റി ദാറ്റ് വാസ് സെൽഫ് അഷ്യൂർഡ്, അസർട്ടീവ് ആൻഡ് സോഷ്യലി ആക്റ്റീവ്. അപ്പം വൈഫ് ഓഫ് ബാത്ത് എങ്ങനെയാണ്, അവൾക്കറിയാം എന്ത് വേണം, അതുപോലെ എനിക്ക് എന്ത് വേണം എന്നുള്ളത് അസേർട്ട് ചെയ്യാൻ, അതായത് ബാക്കിയുള്ള ആൾക്കാരോട് പറഞ്ഞ് ഫലിപ്പിക്കാനും ഷീ ഈസ് വെരി കേപ്പബിൾ. ആൻഡ് ഷീ ഈസ് വെരി സോഷ്യലി ആക്റ്റീവ്, അതായത് എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഈവൻ ദോ ഷീ കംസ് ഫ്രം വില്ലേജസ്, ഇത്രയും ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയതുകൊണ്ടാണ് ഒരു പേടിയില്ലാതെ ഇത്രത്തോളം സംസാരിക്കാൻ പറ്റിയത്. ബിക്കോസ് ആ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ഫിനാൻഷ്യലി അൺസ്റ്റേബിൾ ആണെങ്കിൽ യു ക്യാൻ നെവർ ഡു ദാറ്റ്. പിന്നെ ഹെർ വെൽത്ത് ആൻഡ് ഇൻഡിപെൻഡൻസ് സജസ്റ്റ് ഷീ ഈസ് നോട്ട് പാർട്ട് ഓഫ് ദ ഇംപവറിഷ്ഡ് ക്ലാസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷീ ഈസ് നോട്ട് ഫ്രം പുവർ ക്ലാസ് ഓഫ് ഫിനാൻഷ്യൽ ഇൻസ്റ്റെബിലിറ്റി ഉള്ള ഫാമിലി എന്നോ അല്ല. റാദർ ഷീ ഈസ് സമ്മൺ ഹു ഈസ് എംപവേർഡ് ഇനഫ് ടു ചാലഞ്ച് സൊസൈറ്റൽ നോംസ്. അപ്പം കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സ് ആണ് സെക്ഷുവാലിറ്റി, മാരേജ് ഒക്കെ. അപ്പോൾ ഇതിന്റെ മുകളിൽ പോലും ഇഫ് ഷീ ക്യാൻ അസേർട്ട് വാട്ട് ഷീ വാണ്ട്സ്, അത് നമുക്ക് ഏകദേശം മനസ്സിലാക്കാം. ഷീ ഈസ് വെരി ഇൻഡിപെൻഡന്റ് ആൻഡ് അതിന്റെ ഒരു കാരണം ഇസ് ഹെർ വെൽത്ത്. അപ്പോൾ ഇതിന്റെ കൺക്ലൂഷൻ എന്താണ്? വി ഗെറ്റ് ടു നോ ലൈക്ക് വൈഫ് ഓഫ് ബാത്തിന്റെ പ്രൊലോഗ് ഒരു ബോൾഡ് നാരറ്റീവ് ആണ്. ഇറ്റ് ഈസ് എ ബോൾഡ് നാരറ്റീവ് ദാറ്റ് ഇൻട്രൊഡ്യൂസസ് ഹെർ ടെയിൽ ആൻഡ് സ്റ്റാൻഡ്സ് ആസ് എ സെൽഫ് കണ്ടെയ്ൻഡ് സ്റ്റോറി ഇൻ ഇറ്റ്സ് ഓൺ റൈറ്റ്. പ്രൊലോഗ് വായിക്കുമ്പോൾ തന്നെ വി ഗെറ്റ് എ സ്മോൾ എന്താ പറയുക സമ്മറി ഓഫ് വാട്ട് ഹെർ സ്റ്റോറി വിൽ ബി. ആൻഡ് അവളുടെ ടെയിലിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൂടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഷോസർ അത്രയും ആലോചിച്ചിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ ഉണ്ടാക്കിയത്. ചോസർ എങ്ങനെയാണ് ഈ ക്യാരക്ടർ ഉണ്ടാക്കിയത് വെച്ചാൽ ഷീ ഈസ് സോഷ്യലി എൻഗേജ്ഡ് ലിബറേറ്റഡ് വിമൻ ഹു ചാലഞ്ചസ് ദ നോംസ് ഓഫ് എ ടൈം. 14th century ഇംഗ്ലണ്ടിലെ എല്ലാ ഇൻസൈറ്റ്സും അല്ലെങ്കിൽ സൊസൈറ്റീൻ്റെ എന്തൊക്കെ എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നോ ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഹീ ലൈക്ക് ബ്ലെൻഡഡ് ഹ്യൂമർ, ഐറണി ആൻഡ് ക്യാരക്ടർ സ്റ്റഡി. അതായത് വൈഫ് ഓഫ് ബാത്തിന്റെ കുറച്ചൊക്കെ തമാശയിലൂടെ കൂടി അതുപോലെ തന്നെ ലൈക്ക് ഐറണിയൊക്കെ യൂസ് ചെയ്തിട്ട് ഹീ ട്രൈഡ് ടു ടെൽ ദ പീപ്പിൾ ഓഫ് ദ സൊസൈറ്റി ഓഫ് 14th century ഇംഗ്ലണ്ട്. അതായത് ബി ഇറ്റ് ഇൻ മാരേജ് അല്ലെങ്കിൽ റിയൽ ലൈഫ് വിമൻ നീഡ് മോർ വാല്യൂ, വിമന് കുറച്ചുകൂടിയും സോഷ്യലി എൻഗേജ്ഡ് ആക്കണം, അതുപോലെ കുറച്ചും കൂടി ഫ്രീഡം കൊടുക്കണം എന്നൊക്കെ ചോസർ പറയാൻ ശ്രമിച്ച ഒരു ക്യാരക്ടറാണ് വൈഫ് ഓഫ് ഇംഗ്ലണ്ട്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് യുവർ ഫസ്റ്റ് യൂണിറ്റ്.